ഇന്ന് നമ്മൾ എടുക്കുന്നത് യൂത്ത്, ജെൻഡർ ആൻഡ് ഐഡൻറ്റിറ്റി BPCG 172 ഭാഗമാണ്. ഇത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ തുടങ്ങിയിരുന്നു. എന്താണ് യൂത്ത്, എന്താണ് ജെൻഡർ അല്ലെങ്കിൽ എന്താണ് ഐഡൻറ്റിറ്റി ക്രൈസിസ്, അതിനെക്കുറിച്ച് നമ്മൾ തുടങ്ങിയതാണ്. ഇതിനകത്ത് തന്നെ ഒന്നും കൂടെ നമുക്ക് എന്തൊക്കെയാണ് എന്നുള്ളതൊന്ന് നോക്കാം. യൂത്ത് എന്ന് പറഞ്ഞാൽ ഇത് ഒരു ഓൾഡ് ഇംഗ്ലീഷ് വേർഡിൽ നിന്ന്, വാക്കിൽ നിന്നുണ്ടായിട്ടുള്ളതാണ്. ഗ്യോങ് എന്ന് പറയും. ഗ്യോങ് എന്നാണ് അതിന് പറയും. ഗ്യോങ് എന്ന് പറയുന്ന ഒരു ഓൾഡ് ഇംഗ്ലീഷ് വാക്കിൽ നിന്നുണ്ടായിട്ടുള്ളതാണ്. മീനിങ്, എൻ്റെ അർത്ഥം എന്ന് പറയുന്നത് യങ് അല്ലെങ്കിൽ അടുത്ത കാലത്ത് അല്ലെങ്കിൽ പുതിയത്, അങ്ങനെയുള്ളൊരു വാക്കാണ്. ഇത് അതേസമയം ഒരു സംസ്കൃത് വേർഡിൽ നിന്നുണ്ടായിട്ടുണ്ട്. യുവൻ എന്ന് പറയും. യുവാൻ എന്നാണ് സംസ്കൃത് വേർഡ് പറയുന്നത്. ദ മീനിങ് യൂത്ത് ഓർ യങ് മാൻ എന്നുള്ളതാണ്. ഇത് ഉണ്ടായത്, നമ്മളെപ്പോഴും പരീക്ഷ എഴുതുമ്പോൾ ഈ യൂത്തിനെ കുറിച്ച് പറയുമ്പോൾ ഇതിൻ്റെ ആ ഉത്ഭവത്തെക്കുറിച്ചുകൂടെ നമ്മളൊന്ന് മെൻഷൻ ചെയ്തിട്ട് വേണം എങ്ങനെ ഇതുണ്ടായി എന്നുള്ളതാണ്. ഇത് അടുത്ത് നമ്മൾ പറയുന്നത് ഓക്സ്ഫോർഡ് ഡിക്ഷണറിയിലാണെങ്കിൽ യങ് ഓർ എയർലി പാർട്ട് ഓഫ് എക്സ്പെഷ്യലി അഡോളസൻസിന് മുമ്പുള്ള കാലഘട്ടം എന്നാണ് പറയുന്നത് യൂത്ത്. അപ്പം അഡോളസൻ്റ് ആയിട്ടില്ല, അഡൽട്ട് ആയിട്ടില്ല, അതിന് മുമ്പുള്ള കാലഘട്ടങ്ങളെ കുറിച്ചാണ് നമ്മൾ പറയുന്നത്. അപ്പം ഗ്യോങ് എന്നുള്ള ഇംഗ്ലീഷ് വാക്കിൽ നിന്നും, അതുപോലെ തന്നെ സംസ്കൃതത്തിൽ യുവാൻ എന്നുള്ള സംസ്കൃതത്തിൽ നിന്നും മീനിങ് എല്ലാം യങ് എന്നുള്ളതാണ്. ചെറുപ്പം അല്ലെങ്കിൽ പുതിയത് അല്ലെങ്കിൽ നവീനമായിട്ടുള്ളത് എന്നുള്ളതാണ്. ഓക്സ്ഫോർഡ് ഡിക്ഷണറി പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എയർലി പാർട്ട്, അഡോളസൻസിന് മുമ്പുള്ള ഒരു ഭാഗം എന്ന് പറഞ്ഞിട്ടാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ യൂത്ത് എന്ന് പറയുന്നത് ഹു ഈസ് നോട്ട് യെറ്റ് അഡൽട്ട് എന്ന് വെച്ചാൽ വളർന്നിട്ടില്ല, അതിൻ്റെ മച്യൂർ സ്റ്റേജിലേക്ക് വരുന്ന ഒരു ഭാഗത്തെക്കുറിച്ചാണ്. സ്റ്റേജസ് ഓഫ് അഡോളസൻസ്, അത് അഡോളസൻസിന് മുമ്പുള്ള ഒരു സ്റ്റേജാണ് നമ്മൾ പറയുന്നു. എന്നാൽ അത് കൺസിഡർ സമ്മൺ ഹു ഈസ് നോട്ട് യെറ്റ് ആൻ അഡൽട്ട് ആയിട്ടില്ല. അതേസമയം അഡൽട്ട് എന്ന് പറയുമ്പം ഗ്രോൺ അപ്പ് മാൻ എന്നാൽ എല്ലാം വളർച്ച പ്രാപിച്ച ഒരാളെയാണ് നമ്മൾ അഡൽട്ട് എന്ന് പറയുന്നത്. എന്നുവെച്ചാൽ ഇത് വളരുന്ന ഭാഗം, ഒരു സ്റ്റേജിൽ നിന്ന് അടുത്ത ഭാഗത്തേക്കുള്ള ട്രാൻസിഷൻ സ്റ്റേജ്, ഒരു ചേഞ്ചിങ് ടൈമിനെയാണ് നമ്മൾ യൂത്ത് എന്ന് പറയുന്നത്. അപ്പോൾ അഡൽട്ട് മച്യൂർ ആയിട്ടുള്ള ഒരാളാണ് യൂത്ത്, വളർന്നുകൊണ്ടിരിക്കുന്ന ഒരു ടീമിനാണ്. ദ പ്രോസസ് ഓഫ് ബിക്കമിങ് മാർക്ക് സെർച്ച് ഫോർ വൺസ് ഐഡൻറ്റിറ്റി, ഞാൻ ആരാണ് എന്താണ് എന്ന് അറിയാനായിട്ടുള്ള ഒരു സമയം, ഞാൻ ആരാണ് എന്താണെന്ന് അറിയാനായിട്ടുള്ള സമയത്ത് യൂത്തിനെ വെക്കുന്നത്. അഡൽട്ട് എന്ന് പറയുന്നത് സമ്മൺ, ഞാൻ എന്തെങ്കിലും ആയി, ഒരു ഐഡൻറ്റിറ്റി വന്ന ഒരാളെയാണ് നമ്മൾ അഡൽട്ട് എന്ന് പറയുന്നത്. അപ്പോൾ യൂത്തും അഡൽട്ടും തമ്മിലുള്ള വ്യത്യാസം ചോദിക്കുകയാണെങ്കിൽ, യൂത്ത് വളർന്നുകൊണ്ടിരിക്കുന്ന സമയം അഡൽട്ട് പൂർണ്ണമായ ഒരു മാവിൽ ഒരു പൂക്കിലി ഉണ്ടായെങ്കിൽ ആ മാങ്ങ വിരിഞ്ഞ് മൂത്ത് നിൽക്കുന്ന സമയത്ത് അഡൽട്ട് എന്ന് പറയാം. ആ മൂത്ത് പഴുക്കുന്നതിൻ്റെയും അതിൻ്റെ ഇടയ്ക്കൊരു സമയമുണ്ട്, ദാറ്റ് ഇസ് കോൾഡ് യൂത്ത് എന്ന് പറയുന്നത്. അതിനാണ് യൂത്ത് എന്ന് പറയുന്നത്. വെച്ചാൽ പൂർണ്ണമായി വളർത്തിയെത്തിയിട്ടില്ല, എന്നാൽ വളരേണ്ട എല്ലാവിധ സ്റ്റേജും കഴിഞ്ഞിട്ടുമുണ്ട്. അപ്പം ഇത് എന്തെങ്കിലും ആകുന്ന ഒരു സ്റ്റേജിനാണ് യൂത്ത് ബീങ് ദ പ്രോസസ് ഓഫ് ബിക്കമിങ് എന്ന് വെച്ചാൽ ബിക്കമിങ് എന്തെങ്കിലും ആകുന്നു. മറ്റേ അഡൽട്ട് എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും ആയിട്ടുള്ള സ്റ്റേജിനാണ്. പവർലെസ്, ഇവരെ എന്ന് പറഞ്ഞാൽ പവർലെസ് ആണ്. എന്തെങ്കിലും ഒരു കാര്യത്തെക്കുറിച്ച് ഒരു തീരുമാനമെടുക്കാനോ അതിനെക്കുറിച്ച് പറയാനായിട്ടുള്ള ഒരു കഴിവായിട്ടില്ല. എന്നാൽ ഫാമിലിയും സൊസൈറ്റിയൊക്കെ ലോട്ട് ഓഫ് പ്രഷർ, അവരുടെയൊക്കെ സമ്മർദ്ദത്തിന് വഴങ്ങുന്നതായിട്ടുള്ള ഒരു അവസ്ഥയാണ്. പലപ്പോഴും നമ്മുടെ സമൂഹത്തിൽ യൂത്ത് എന്ന് പറയുന്നത്, അത് നമ്മൾ ആ വളരുന്ന സ്റ്റേജിൽ അവർക്ക് എന്തെങ്കിലും ഡിസിഷൻ മേക്കിങ്ങിൽ എന്തെങ്കിലും തീരുമാനങ്ങൾ എടുക്കാനോ ജീവിതത്തെക്കുറിച്ച് എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യാനായിട്ടോ ഉള്ള അനുവാദം നമ്മൾ കൊടുക്കാറില്ല. അതേസമയം അഡൽട്ട് എന്ന് പറയുമ്പോൾ അങ്ങനെയല്ല. അഡൽട്ട് എന്ന് അവർ വളർന്നു കഴിഞ്ഞു, അവർക്ക് അവരുടെ തീരുമാനങ്ങൾ എടുക്കാം, അവരുടെ കാര്യങ്ങളെക്കുറിച്ച് എന്തെങ്കിലുമൊക്കെ ചെയ്യാം. അങ്ങനെയുള്ള കാര്യങ്ങൾ അവർ സ്ട്രോങ് ആണ്. ദേ ആർ മെൻ്റലി ആൻഡ് ഫിസിക്കലി സ്ട്രോങ് ആയിട്ടുള്ള അഡൽട്ടിനെ നമ്മൾ കണക്കാക്കുന്നത്. യൂത്ത് എന്ന് പറഞ്ഞാൽ വളർന്നുകൊണ്ട് ചെയ്യുക. അപ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം കണ്ടമാനം സമൂഹത്തിൻ്റെ സമ്മർദ്ദങ്ങൾക്ക്, പ്രഷറിന്, സ്ട്രെസ്സിന് അവർ വശംവദരാകണം. അപ്പം ഈവൻ ഒരു ഡിസിഷൻ മേക്കിങ്ങിൽ പോലും ആണെങ്കിൽ, ജീവിതത്തെക്കുറിച്ച് ഒരു തീരുമാനം എടുക്കാൻ പോലും ആണെങ്കിൽ അവർക്ക് സംബന്ധിച്ച ഒരു ബുദ്ധിമുട്ടുകളുണ്ട്. പക്ഷെ അഡൽട്ടിനെ സംബന്ധിച്ചിടത്തോളം ആ ബുദ്ധിമുട്ടില്ല. അപ്പം അഡൽട്ടിനെ നമ്മൾ വീണ്ടും കാണുന്നത് കൺസിഡേഴ്സ് ലെസ് റെസ്പോൺസിബിൾ ആണ്. അവർക്ക് എന്തെങ്കിലും ഒരു കാര്യങ്ങൾ ചെയ്യാനോ ഒരു തീരുമാനം എടുക്കാനോ ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുക്കാനായിട്ടുള്ള ഒരു കഴിവില്ല. അതേസമയം അഡൽട്ട് എന്ന് പറയുമ്പോൾ അങ്ങനെയല്ല, റെസ്പോൺസിബിൾ പേഴ്സൺ, ഉത്തരവാദിത്തപ്പെട്ട ആൾക്കാർ, അവർക്ക് എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യാനായിട്ടുള്ള കഴിവുണ്ട്. അവരെ സംബന്ധിച്ചിടത്തോളം ഇവരെ സംബന്ധിച്ച്, യൂത്തിനെ സംബന്ധിച്ച് അവർ ഒരു കാര്യങ്ങൾ തീരുമാനം എടുക്കാൻ ഏതിനെങ്കിലുമുള്ള ഒരു ഉത്തരവാദിത്തം ഏറ്റെടുത്തിനും അതൊരു റിബലിയസ് റെപ്രസെൻറ്റേഷനാണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ എത്താതിരിക്കുമ്പോൾ
നമുക്ക് ഇവിടുന്ന് പോവുകയും ചെയ്തു, അവിടെ എത്തുകയും ചെയ്തിട്ടില്ല. അങ്ങനെ ഒരു നമ്മൾ പറയുന്ന ഒരു മലയാളത്തിൽ പറയുന്ന ഒരു വാക്കുണ്ട്, ത്രിശങ്കു സ്വർഗത്തിലാകുക. ഇവിടുന്ന് പോവുകയും ചെയ്തു, സ്വർഗത്തിൽ എത്തുകയും ചെയ്തു. അപ്പം ഇതിനിടയ്ക്കുള്ള സ്റ്റേജാണ്. അതേസമയം അഡൽട്ട് എന്ന് പറയുന്ന അങ്ങനെയല്ല, റെസ്പോൺസിബിൾ ആണ്. അവർ റെബിലീസ് എന്നല്ല, അവർ തീരുമാനങ്ങൾ എടുക്കാനായിട്ടുള്ള കഴിവുള്ള ആൾക്കാരൊക്കെയാണ്. അപ്പോൾ ഇവർക്ക് യൂത്ത് ആർ ഓപ്പൺ ടു ന്യൂ എക്സ്പീരിയൻസ്. അപ്പോൾ പുതിയ കാര്യങ്ങൾ അറിയാനായിട്ടും വളരെ ക്രിയേറ്റീവ് ആയിട്ടുള്ള ആൾക്കാരെയാണ് നമ്മൾ ചെയ്യുന്നത്. അതേസമയം അഡൽറ്റാണ്, കൺഫോർമിസ്റ്റ് ആണ്. ഇവർ അനുഭവങ്ങൾ അനുഭവിക്കാനും അതിനെക്കുറിച്ച് കൂടുതൽ ചിന്തിക്കാനുമാണ്. പക്ഷേ അഡൽട്ട് എന്ന് പറയുമ്പോൾ അവർ ചിന്തിക്കാൻ മാത്രം, അവർ തീരുമാനങ്ങൾ എടുത്ത് പ്രവർത്തിക്കാനായിട്ടുള്ള ആൾക്കാരാണ് നമ്മൾ അഡൽട്ട് എന്ന് പറയുന്നത്. ഡിപ്പെൻഡൻറ്റ് ഹാവിങ് ആസ് ലെസ് നോളജ്. ഇവർക്ക് കൂടുതൽ ഡിപ്പെൻഡൻ്റ് ആണ്, അവർ കാര്യങ്ങളെ ആരെങ്കിലുമൊക്കെ ആശ്രയിച്ച് ചെയ്യുന്ന ആൾക്കാരാണ് എന്നാണ് പറയുന്നത് യൂത്തിനെ സംബന്ധിച്ച്. അഡൽറ്റിനെ സംബന്ധിച്ച് അങ്ങനെയല്ല, അവർ ഇൻഡിപെൻഡൻ്റ് ആണ്, അവർ അറിവുള്ളവരാണ്. കാരണം നമ്മളെപ്പോഴും പറയും, നിങ്ങൾക്ക് അതിനെക്കുറിച്ച് നമ്മൾ പറയും, പിള്ളേരെ കുറിച്ച് നിങ്ങൾക്ക് അതിനെക്കുറിച്ചൊന്നും മനസ്സിലാകില്ല, നിങ്ങൾ കൊച്ചു കുട്ടികളാണ് എന്ന് നമ്മൾ പറയും. കൊച്ചുകുട്ടികൾ എന്ന് പറഞ്ഞാൽ അവരെ സംബന്ധിച്ച് നമ്മൾ യൂത്ത് ആയിട്ടുണ്ട്, അവർ വളർന്നു വന്നു കഴിയുകയാണെങ്കിൽ അവരെ സംബന്ധിച്ച് അവർ ഒരു സ്ഥലത്ത് എത്തിയിട്ടില്ല എന്ന് നമ്മൾ പറയുന്നതാണ്. അതേസമയം അഡൽട്ട് എന്ന് പറയുമ്പോൾ അവർ എത്തിയിട്ടുള്ളതോ എന്ന് പറയും. അപ്പോൾ യൂത്തും അഡൽട്ടും തമ്മിലുള്ള വ്യത്യാസം ഇതാണ്. ഒന്ന്, അവർ പൂർണ്ണമായിട്ട് അവർ എത്തിയിട്ടില്ല, പക്ഷെ അഡൽട്ട് പൂർണ്ണമായിട്ട് വളർന്നെത്തിയിട്ടുണ്ട്. അപ്പം ഇവർ ആ കറസ്പോണ്ടൻസ് ടു, അതായത് ആ അഡാളസൻസ് എത്തുന്നതിന് സ്റ്റേജിന് തൊട്ട് മുമ്പുള്ളതാണ്, പക്ഷെ ഇവർ അഡൽട്ട് ആയിട്ടുള്ളതാണ്. ആ യൂത്ത് എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും ആകാൻ ശ്രമിക്കുന്നവരാണ്, മറ്റൊരു അഡൽട്ട് ആയിട്ടുള്ളവരാണ്. അവർ പവർലെസ് ആണ്. യൂത്ത് എന്ന് വെച്ചാൽ പവർലെസ് ആണ്, അവർ കഴിവില്ലാതെ. അപ്പം കണ്ടമാനം സമൂഹത്തിൽ നിന്നുള്ള പ്രഷറുകൾ, സമ്മർദ്ദങ്ങൾക്ക് വശംബദരാകാം. അഡൽട്ട് അത് ആകേണ്ട കാര്യമില്ല. ഇവർ ലെസ് റെസ്പോൺസിബിൾ, ഉത്തരവാദിത്തം ഏറ്റെടുക്കാനായിട്ടില്ല, പക്ഷേ അഡൽറ്റിനെ സമയം അവർ ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുക്കാനായിട്ടുള്ള അവരുടെ പ്രവൃത്തി എന്ന് പറയുന്ന അവരുടെ പ്രവർത്തനം അതിനെ ബേസ് ചെയ്തിട്ടുള്ളതായിരിക്കും. ഇവർ കൂടുതൽ റിബലിയസ് ആയിരിക്കും, മറ്റുള്ളവർ അഡൽട്ട് റെസ്പോൺസിബിലിറ്റി ഏറ്റെടുക്കാൻ കഴിവുള്ളതായിരിക്കും. ഇവർ യൂത്ത് കൂടുതൽ എക്സ്പീരിയൻസിനെയും ക്രിയേറ്റീവ് ഐഡിയാസ് വെച്ചിട്ടുണ്ട്, പക്ഷെ അതൊരു അഡൽട്ട് എന്ന് പറയുന്നത് പ്രാബല്യത്തിൽ വരുത്തുന്ന ആൾക്കാരായിരിക്കും. ഡിപ്പെൻഡൻ്റ് ആയിരിക്കും യൂത്ത്, എപ്പോഴും എന്തെങ്കിലും ഡിപ്പെൻഡൻ്റ് ആയിരിക്കും, അവർ അറിവ് കുറഞ്ഞവരായിരിക്കുന്നത്. പക്ഷെ അഡൽട്ട് എന്ന് പറയുന്നത് അവർ ഇൻഡിപെൻഡൻ്റ് ആയിരിക്കും, അവർ ഏതെങ്കിലും സ്റ്റേജിൽ എത്തിപ്പെട്ടവരായിരിക്കും. അപ്പം ഇതാണ് യൂത്തും അഡൽട്ടും തമ്മിലുള്ള വ്യത്യാസം. അപ്പോൾ യൂത്ത് എന്ന് പറയുന്നതിന് നമുക്ക് ഒരു ഏജ് ഗ്രൂപ്പ് നമ്മൾ പറയുന്നുണ്ട്. സാധാരണ യൂത്ത് എന്ന് പറയുന്നത് നമ്മൾ 15 വയസ്സ് മുതൽ 24 വയസ്സ് വരെയുള്ളവരാണ്. എന്തിനാണ് പ്രാധാന്യം പറഞ്ഞ്, ഏകദേശം 20% ആൾക്കാർ ഇന്ത്യയിലെ യൂത്തിലാണ്. അവർ ഡിസൈഡിങ് ഫാക്ടറാണ്. ഒരു രാജ്യത്തിൻ്റെ 20% ആൾക്കാർ യൂത്ത് എന്ന് പറയുമ്പം അവർ ഡിസൈഡിങ് ഫാക്ടറാണ് ഏത് കാര്യത്തിനും. രാജ്യത്തിൻ്റെ വളർച്ചയിൽ ആവശ്യമുള്ളവരാണ്. അപ്പോൾ ഇവരെ സംബന്ധിച്ചിടത്തോളം ഐഡൻറ്റിറ്റി പ്രോബ്ലം ഉണ്ട്. ഇവരെ തിരിച്ചറിയാനുള്ള ഐഡൻറ്റിറ്റി, അതാണ് മെയിനായിട്ടുള്ള കാര്യം. ഇവരെന്തുകൊണ്ടാണ് ഈ പ്രശ്നങ്ങളുണ്ടാകുന്ന വെച്ചാൽ, ഇവരുടെ റിലേഷൻഷിപ്പിലുള്ള പ്രശ്നമുണ്ട്. അത് നമ്മൾ ഏതെങ്കിലും ഗ്രൂപ്പുമായിട്ട് ചെല്ലുമ്പോഴത്തേക്ക് അവർ ഫാമിലി ആയിട്ടുള്ള റിലേഷൻഷിപ്പ്, പിയർ ഗ്രൂപ്പ്സുമായിട്ടുള്ള, സ്കൂള്, സൊസൈറ്റി, ഇവരുമായിട്ട് ചേരാനായിട്ടുള്ള കുറച്ചൊരു മാനസികമായ പ്രശ്നം ഉണ്ടാകുന്നുണ്ട്. കാരണം എന്ന് വെച്ചാൽ ഇവരെ കൺസിഡർ ചെയ്യാനുള്ള സമൂഹത്തിനുള്ളൊരു ബുദ്ധിമുട്ടാണ്. അതേസമയം ഇവരെ സംബന്ധിച്ചിടത്തോളം ഇവർക്ക് ഇവിടെ നിന്നുണ്ടാകുന്ന പിയർ ഗ്രൂപ്പ്സിൽ നിന്നുള്ള സ്ട്രെസ്സ്, എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷനിൽ നിന്നുള്ള സ്ട്രെസ്സ്, സൊസൈറ്റിയിൽ നിന്നുള്ള സ്ട്രെസ്സ് ഇത്രയൊക്കെ വരുന്നുണ്ട്. അപ്പോൾ സാധാരണ ഇന്ത്യയിലനുസരിച്ച് 15 വയസ്സ് മുതൽ 24 വയസ്സ് വരെയാണ് യൂത്ത് എന്ന് പറയുന്നത്. യു എൻ പറയുന്നത് 15 മുതൽ 24 വയസ്സും 10 മുതൽ 24 വയസ്സ്. കാരണം കൂടുതൽ ഈ മച്യൂരിറ്റി, അതായത് പ്രായപൂർത്തിയാകുന്ന ആ സമയം വെച്ചിട്ടാണ് നമ്മൾ കണക്കാക്കുന്നത്. അപ്പോൾ പലപ്പോഴും ഇത് നേരത്തെ 15 വയസ്സാണെങ്കിൽ ഇപ്പം കാലം മാറുന്നതോടും അവരുടെ പ്യൂബർട്ടി സ്റ്റേജ് എന്ന് പറയുന്നത് 12 വയസ്സും 10 വയസ്സുമായിട്ട്. അപ്പം പ്യൂബർട്ടി സ്റ്റേജ് മുതൽ ഉള്ളതാണ്. സാധാരണ ഒരു 24 വയസ്സ് വരെയാണ് നമ്മളിവിടെ യൂത്ത് എന്ന് പറയുന്നത്. ഇപ്പം നമ്മൾ അതിനു മുമ്പ് തന്നെ ചിലപ്പോൾ 24 കഴിഞ്ഞിട്ട് നമ്മൾ പറയാറുണ്ട്. സാധാരണഗതിയിൽ യൂത്ത് എന്ന് പറയുന്നത് 15 വയസ്സ് മുതൽ 24 വയസ്സ് വരെയാണ് ഇന്ത്യ കൺസിഡർ ചെയ്തിരിക്കുന്നത്. പക്ഷേ യു എൻ ഇതനുസരിച്ച് അവരുടെ പ്യൂബർട്ടി സ്റ്റേജൊക്കെ വെച്ച് 10 വയസ്സ് മുതൽ 24 വയസ്സ് വരെ വെക്കുന്നുണ്ട്. ഇവരുടെ മെയിൻ പ്രോബ്ലം എന്ന് പറയുന്നത് ഇവർ ഈ സ്ട്രെസ്സും പിയർ ഗ്രൂപ്പ്സുമായിട്ടുള്ള പ്രശ്നങ്ങളാണ്. ഒന്ന്, സമൂഹത്തിൽ നിന്ന്, ഫാമിലി എന്നുള്ള ആദ്യത്തെ ഇവരുടെ മകളോട് പറയും, നീ ഇപ്പോൾ വലിയ കുട്ടിയെ, നീ കുറേ റെസ്ട്രിക്ഷൻസ്, നീ ആണുങ്ങളുമായിട്ട് ഇടപെടാൻ പാടില്ല, പെൺകുട്ടികളാണെങ്കിൽ ഇനി നീ ശ്രദ്ധിക്കണം, നിനക്ക് മാസമുറ വരുന്നുണ്ട്, മാസമുള്ള പീരീഡ്സ് ഒക്കെ വരുന്നുണ്ട്, അത് നമ്മൾ ശ്രദ്ധിക്കണം, കുറേ റിസ്കുകളുടെ കാര്യങ്ങളൊക്കെ നമ്മൾ പറയും.
അതേസമയം ഒരു ഡിസിഷൻ മേക്കിങ്ങിൽ വരുമ്പോൾ പറയും കൊച്ചുകുട്ടികൾ അവർ നിങ്ങൾ കാര്യത്തിനകത്തൊന്നും ഇടപെടണ്ടെന്ന് പറയും. അപ്പോൾ ഒരു ടോട്ടലി കൺഫ്യൂഷൻ അങ്ങനെ ഉണ്ടാകും. ഇപ്പോൾ സ്കൂളിൽ നമ്മൾ അങ്ങോട്ട് ചെന്നു പെട്ടെന്ന് നമ്മൾ പ്യൂബർട്ടി സ്റ്റേജിലേക്ക് വരുമ്പോഴത്തേക്കും പിയർ ഗ്രൂപ്പ്സുമായിട്ടുള്ള സ്ട്രെസ് ഉണ്ടാകും. അവരുടെ ചിന്താഗതികളും നമ്മുടെ ചിന്താഗതികളും ചേരാത്തത്. അതുപോലെ തന്നെ എന്താകണം ആരാകണം എന്ന് തീരുമാനിച്ചിട്ടുള്ള ഒരു സംഗതികളാണ്. അപ്പം ഡെവലപ്മെൻറ്റ് സ്റ്റേജിലെ 3ആയിട്ടാണ് നമ്മൾ തരംതിരിക്കുന്നത്. ഡെവലപ്മെൻറ്റ് സൈക്കോളജി 3ആയിട്ടാണ്. 0 to 21 years. അപ്പോൾ 0 to 21 years എന്ന് പറയും അതിൽ ഏറ്റവും ക്രൂഷ്യലായിട്ടുള്ള സമയം എന്ന് പറയുന്നത് ഈ അഡോളസൻസിലേക്ക് വരും. പ്യൂബർട്ടി സ്റ്റേജ് ടു 21 years വരെയാണ്. ആ 21 yearsൽ എന്ന് പറയുന്ന ഇവർ ഒരു ഡിസിഷൻ മേക്കിംഗ് കപ്പാസിറ്റി അവർക്കുണ്ടാകും. അവരുടെ ജീവിതത്തിൽ അവരൊരു ഫിലോസഫി, അവരുടേതായൊരു ഫിലോസഫി അവർ കാണുന്നു. അപ്പോഴാണ് ഞാൻ എന്താകണം ആരാകണം എങ്ങനെയാകണം എന്നുള്ള തീരുമാനങ്ങൾ എടുക്കുക. അപ്പോൾ ഇത് വരുമ്പോഴത്തേക്ക് ആൾക്കാർക്ക് കൂടെ കൺഫ്യൂഷനാണ്. ഞാൻ എന്താകണം, എൻ്റെ കഴിവിനനുസരിച്ച് പോകണം, എന്നെ എങ്ങനെ ഗ്രൂപ്പുമായിട്ട് ചേരണം, അപ്പം എന്ത് സമൂഹത്തിൻ്റെ നോംസ്, സമൂഹത്തിൻ്റെ ആശയങ്ങൾ, അവൻ്റെ നിയമങ്ങൾ നമുക്ക് പാലിക്കാൻ, നമുക്ക് മനസ്സിലാക്കാനായിട്ട് നമ്മൾ ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുക. അതേസമയം ഇവർ സമൂഹത്തിൻ്റെ പ്രഷർ, ഇതൊക്കെ നീ അനുസരിച്ചേ പറ്റുള്ളൂ എന്നുള്ള ഒരു സംഗതി വരിക. അപ്പോൾ ഈ 0 to 21 അഡോളസൻറ്റ് സ്റ്റേജ് എന്ന് പറയുന്നത് പ്യൂബർട്ടി സ്റ്റേജ് മുതൽ 21 വയസ്സോ അല്ലെങ്കിൽ 24 വയസ്സ് വരെയാണ് എടുക്കുന്നത്. ഇവിടെ ഉണ്ടാകുന്ന ഒരു പ്രശ്നം, ഇവിടെയാണ് സൈക്കോളജിക്കൽ പ്രോബ്ലംസ് ആൾക്കാരിലുണ്ടാകുന്നത് സാധാരണ. കാരണം ഈ സമയത്താണ് ഇതുമായിട്ട് ചേരാൻ പറ്റാത്ത, മാറ്റത്തെ അംഗീകരിക്കാൻ പറ്റാത്ത വരുമ്പോഴും അവരുടെ പിയർ ഗ്രൂപ്പ്സിൻ്റെ ഇൻഫ്ലുവൻസ് ഒക്കെ കൊണ്ട് ഈ സമയത്താണ് സ്മോക്കിംഗ് ഉണ്ടാകുക, ആൽക്കഹോളിസം ഉണ്ടാകുക, ഡീവിയൻ ബിഹേവിയർ, സമൂഹത്തിൻ്റെ നിയമങ്ങളിൽ നിന്ന് മാറ്റി നമ്മൾ ചിന്തിക്കാനായിട്ടുള്ളത് വരിക, ക്ലാസ് കയറാതെ വരിക, പഠിത്തത്തിൽ താല്പര്യമില്ലാതെ വരിക, നിയമങ്ങൾ പാലിക്കാൻ വന്ന് അവർ ബഹളം ഉണ്ടാക്കുക, വഴക്കുണ്ടാക്കുക, ഇങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങളുണ്ടാകുന്നത്. ഈ സമയത്ത് തന്നെ ഈ ഹോർമോൺ ചേഞ്ചസ് ഉണ്ടാകും. ഈ സമയത്ത് പലപ്പോഴും സൈക്കോളജിക്കലി ആൻഡ് ഫിസിയോളജിക്കൽ പ്രോബ്ലംസ് ഉണ്ടാകാം. ഫിസിയോളജിക്കൽ ചേഞ്ചസ് എന്തൊക്കെയാണ് നമ്മൾ പഠിക്കുന്നുണ്ട്, അപ്പം നമ്മൾ മനസ്സിലാക്കാൻ പറ്റും. അപ്പം ഇതിൻ്റെ യൂത്ത് എന്ന് പറയുന്ന പല സിസ്റ്റത്തെ വെച്ചിട്ടാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. അതായത് എന്തൊക്കെയാണ് ഒരു സോഷ്യോ കൾച്ചർ പെർസ്പെക്റ്റീവ് ഓഫ് യൂത്തിനെ നമ്മൾ ആദ്യം മൈക്രോ സിസ്റ്റത്തെ വെച്ചിട്ടാണ് നമ്മൾ. അത് ആദ്യം ഇവൻ്റെ ഫാമിലി, കുടുംബം, സ്കൂള്, പിയർ ഗ്രൂപ്പ്സ് ആൻഡ് നെയ്ബർഹുഡ്, അതാണ് മൈക്രോ സിസ്റ്റം. ഒരു കുട്ടിയുടെ ഒരു യൂത്തിൻ്റെ ഡെവലപ്മെൻറ്റിൽ ആദ്യത്തെ സ്റ്റേജിൽ വെക്കുമ്പം അവൻ്റെ ഫാമിലി, ഫസ്റ്റ് ഫാമിലിയാണ്, പിന്നെ കൂട്ടുകാരാണ്, പിന്നെ സ്കൂളാണ്, പിന്നെ സൊസൈറ്റിയാണ്, പിന്നെ നെയ്ബർഹുഡാണ്. അതായത് ചുറ്റുപാടുകൾ എൻ്റെ സമൂഹത്തിലുള്ള അതിനെ വെച്ചിട്ടാണ് നമ്മൾ ചെയ്യുക. അതിനെ മൈക്രോ സിസ്റ്റം എന്നാണ് പറയുന്നത്. പിന്നെ നമ്മളിത് മെസോ സിസ്റ്റം. അപ്പം ഈ മൈക്രോ സിസ്റ്റം ആൻഡ് കോണ്ടെക്സ്റ്റ് സമൂഹവുമായിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് ആണ്. അപ്പോൾ ജീവിതത്തിലുള്ള എക്സ്പീരിയൻസ്, സ്കൂളുകളിലുള്ള എക്സ്പീരിയൻസ്, നമ്മുടെ പിയർ ഗ്രൂപ്പ്സിൽ നിന്നുള്ള നമ്മുടെ എക്സ്പീരിയൻസ്, സമൂഹത്തിൽ നമ്മൾ നേടുന്ന എക്സ്പീരിയൻസ്, ഇതിനെ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ മെസോ സിസ്റ്റം എന്ന് പറയുന്നത്. അപ്പം ഇത് മാത്രമല്ല, ഇത് തമ്മിലുള്ള റിലേഷൻഷിപ്പ്, മറ്റേന്ന് വെച്ചാൽ ഫാമിലി ആയിരുന്നു, പിയർ ഗ്രൂപ്പ്സ് ആയിരുന്നു, സ്കൂളായിരുന്നു. അപ്പം ഫാമിലിയും സ്കൂളും പിയർ ഗ്രൂപ്പ്സുമായിട്ടുള്ള റിലേഷൻഷിപ്പ്, പിയർ ഗ്രൂപ്പും സ്കൂളുമായിട്ടുള്ള റിലേഷൻഷിപ്പ്, ഇങ്ങനെ കണക്റ്റഡ് ആയിട്ടുള്ളതായ ആ റിലേഷൻ കാണുന്നതാണ് മെസോ സിസ്റ്റം എന്ന് പറയുന്നത്. പിന്നെ എക്സോ സിസ്റ്റം, ഇത് ലിങ്ക് ചെയ്യുകയാണ്, ഓരോന്നുമായിട്ടുള്ള ഇത് ലിങ്ക് ചെയ്യുക. അത് തന്നെ കൾച്ചറൽ നോംസുകൾ നമ്മൾ മനസ്സിലാക്കും. അപ്പോൾ പിന്നെ സൊസൈറ്റിയിൽ സെറ്റിങ്ങിൽ വരുമ്പോൾ ഇവിടെ കുറേ നിയമങ്ങളുണ്ട്. അപ്പോൾ ആ നിയമങ്ങൾ നമ്മൾ മനസ്സിലാക്കുക, അതനുസരിച്ച് പ്രവർത്തിക്കുക. അപ്പോൾ യൂത്തിൻ്റെ അടുത്ത കൾച്ചറൽ പെർസ്പെക്റ്റീവ് വെച്ച് നോക്കുമ്പോൾ എക്സോ സിസ്റ്റം എന്ന് പറയുന്നതാണ്. പിന്നെ വരുന്ന മാക്രോ സിസ്റ്റമാണ്. അപ്പോൾ ലാർജ് കൾച്ചറാണ്, ആ സമൂഹം മാത്രമല്ല ബാക്കിയുള്ളതെല്ലാം കൂടെ ഒരു ഇതെല്ലാം കൂടെ എൻവോൺമെൻറ്റ്, ചുറ്റുപാടുകളെ ബേസ് ചെയ്തിട്ടാണ് അക്കോ സിസ്റ്റം എന്ന് പറയുന്നത്, ചുറ്റുപാടുകൾ. അപ്പം ആദ്യം ഫാമിലി, ഗ്രൂപ്പും സ്കൂളും നെയ്ബർഹുഡും സൊസൈറ്റിയൊക്കെ ആയിരുന്നെങ്കിൽ പിന്നെ ഇവർ തമ്മിലുള്ള റിലേഷൻസുടെ ആയി. അത് കഴിഞ്ഞ് എക്സോ സിസ്റ്റം വരുമ്പോഴത്തേക്ക് റിലേഷൻ മാത്രമല്ല, നോംസ്, സമൂഹത്തിൻ്റെ നിയമങ്ങളെ അയക്കുക. അപ്പം ആ നിയമങ്ങൾ എങ്ങനെ അവരെടുക്കണം, എങ്ങനെ ഫോളോ ചെയ്യണം എന്നുള്ളത്. പിന്നെ മാക്രോ സിസ്റ്റത്തിലേക്ക് വരുമ്പോൾ ലാർജർ കൾച്ചറാണ്. അത് പല കൾച്ചറുകൾ, പല ചിന്താഗതികൾ ഒരുമിച്ച് ചേരുന്നതിനെ കുറിച്ചാണ്, ഇൻഡിവിജ്വൽ ഇതിനെ കുറിച്ചാണ് സോഷ്യൽ കൾച്ചർ പെർസ്പെക്റ്റീവ് ഓഫ് യൂത്ത് പറയുന്നത്. പിന്നെ ക്രോണോ സിസ്റ്റം എന്ന് പറയുന്നുണ്ട്. അത് സോഷ്യോ ഹിസ്റ്റോറിക്കൽ സർക്കംസ്റ്റൻസസ് ആണ്. എൻവോൺമെൻറ്റ് മാത്രമല്ല, ട്രാൻസിഷൻ ലൈഫിനുണ്ടാകുന്ന വ്യത്യാസങ്ങൾ, ആ സാമൂഹികമായതും ചരിത്രപരമായിട്ടുമായിട്ടുള്ള
ചുറ്റുപാടുകൾ, അതായത് ഓരോ കാലഘട്ടം തന്നെയുള്ള വ്യത്യാസം അനുസരിച്ചാണ് നമ്മൾ യൂത്തിനെ. അതുപോലെ 4 സിസ്റ്റംസ് ആണ് നമ്മൾ സോഷ്യോ കൾച്ചറൽ പെർസ്പെക്റ്റീവ് നമ്മൾ പറയാം. എക്കണോമിക് പെർസ്പെക്റ്റീവ് പറയുകയാണെങ്കിൽ എക്കണോമിക്സ് ഇറ്റ്സ് ലാർജൽ ഇതാണ്. അതായത് നമ്മൾ ഒരാൾ സമൂഹത്തിലേക്ക് ഉണ്ടാകുമ്പം എക്കണോമിക് അവന് എങ്ങനെ സ്വാശ്രയീകരിക്കാം, അവനെങ്ങനെയാണ് കാര്യങ്ങൾ ചെയ്യാൻ പറ്റുന്നത്, അവനൊരു ഗൈഡൻസ് കൊടുക്കുക, അവൻ്റെ പേഴ്സണൽ ചിന്താഗതിയെ കൊണ്ട് വളർത്തിയെടുക്കുക, ആ ലെവലിലേക്ക് അവർ പോവുക. അങ്ങനെ വരുന്നതാണ് എക്കണോമിക് പെർസ്പെക്റ്റീവ് എന്ന് പറയുന്നത്. അപ്പം സ്വന്തമായി അവന് നിലനിൽക്കാൻ വേണ്ടിയിട്ടുള്ള അവനവൻ്റെ കഴിവുകൾക്കനുസരിച്ച് നിലനിൽക്കാനുള്ള കഴിവുകളെ വളർത്തിക്കൊണ്ട് വരാനായിട്ടുള്ള ഒരു പെർസ്പെക്റ്റീവാണ് നമ്മൾ ഈ എക്കണോമിക് പാറ്റേൺ എന്ന് പറയുന്നത്. ഒരു എക്കണോമിക് പെർസ്പെക്റ്റീവ് നമ്മൾ പറയാം. ആദ്യം നമ്മൾ പറഞ്ഞ സോഷ്യോ കൾച്ചറൽ പെർസ്പെക്റ്റീവ് ആയിരുന്നു. പിന്നെ എക്കണോമിക് പെർസ്പെക്റ്റീവ് എന്ന് പറയുമ്പോൾ മെയിൻലി എങ്ങനെ ഒരു നിലനിർത്താം, ഒരാളെ എങ്ങനെ നമുക്ക് നിലനിർത്താൻ പറ്റും, എങ്ങനെ അവൻ ആ പോപ്പുലേഷൻ അനുസരിച്ച് അവന് വളരാൻ പറ്റും, എങ്ങനെ കാര്യങ്ങൾ അവന് മനസ്സിലാക്കി നിൽക്കാൻ പറ്റും. ഒരു നാഷണൽ പെർസ്പെക്റ്റീവ്, അവനെ വളർത്തിക്കൊണ്ടുവന്ന സമൂഹത്തിന് ഗുണകരമായ രീതിയിലേക്ക് ഇവനെ എങ്ങനെ മാറ്റാൻ പറ്റും, സ്വന്തമായിട്ട് ഇയാൾക്ക് എങ്ങനെ നിൽക്കാൻ പറ്റും, ആ ഒരു പെർസ്പെക്റ്റീവ് ആയതുകൊണ്ടാണ് പ്രൈം മിനിസ്റ്റർ യുവയോജന എന്നൊക്കെ പറഞ്ഞിട്ട് അവരെ കൊണ്ടുവരാൻ വേണ്ടി, കുട്ടികളെ വളർത്തിക്കൊണ്ടുവരാൻ വേണ്ടി, അവർക്ക് നിലനിൽക്കാൻ വേണ്ടി എക്കണോമിക്കലായിട്ട് നമുക്ക് ഇവരെ വളർത്തിക്കൊണ്ടുവരിക, അതായത് ഇൻഡിപെൻഡൻ്റ് സ്വതന്ത്രമായിട്ട് ഇവരെ വളർത്തിക്കൊണ്ടുവരാനുള്ള ഒരു പെർസ്പെക്റ്റീവിലാണ് സാധാരണ യൂത്തിനെ നമ്മൾ പരിഗണിക്കുന്നത്. ദാറ്റ് ഈസ് കോൾഡ് എക്കണോമിക് പെർസ്പെക്റ്റീവ്. പിന്നെ ലീഗൽ പെർസ്പെക്റ്റീവാണ്. ഈ ലീഗൽ പെർസ്പെക്റ്റീവ് എന്താണ് ഒരു കുട്ടിക്ക് അവൻ്റെ നിയമപരമായിട്ട് ഈ കാലഘട്ടങ്ങളിലുള്ള അവകാശങ്ങൾ, അല്ലെങ്കിൽ അവൻ എന്തൊക്കെ നിയമപരമായിട്ട് സാധ്യതകളുണ്ട്, അല്ലെങ്കിൽ എങ്ങനെയൊക്കെ നിയമത്തിന് മുമ്പിൽ ഇവർ സംരക്ഷിക്കപ്പെടുന്നു. അപ്പോൾ പലപ്പോഴും 20 വയസ്സ് ഇവരെയൊക്കെ ജൂനൈൽ, അതായത് ഈ അഡൽട്ട് ആകത്തല്ല, ജൂനൈൽ എന്ന് പറഞ്ഞിട്ടാണ്. ഒരു 15 വയസ്സും 18 വയസ്സും വരെ താഴെയുള്ള കുട്ടി ജൂനൈൽ നിയമപ്രകാരം എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു യൂത്ത് നല്ല ജൂവനൈൽ എന്നുള്ള പ്രായപൂർത്തിയാകാത്ത എന്ന് പറഞ്ഞ് നിയമപരമായിട്ട് സംരക്ഷണങ്ങൾ അവർ കൊടുക്കുന്നുണ്ട്. അങ്ങനെയുള്ള അവർക്ക് ചിന്തിക്കാനുള്ളത്, അവർക്ക് പഠിക്കാനായിട്ടുള്ള കാര്യങ്ങൾ, അവർക്ക് സ്വന്തമായി ചിന്തിക്കാനുള്ള കാര്യങ്ങൾ, ഫ്രീഡം ഓഫ് തിങ്കിങ്, ഫ്രീഡം ഓഫ് മൂവ്മെൻറ്റ്സ്. പിന്നെ എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ നിയമത്തിന് മുമ്പിൽ അവർ ശിക്ഷിക്കപ്പെടാതിരിക്കുക, അവർ കൊച്ചുകുട്ടികൾ തെറ്റ് ചെയ്താന്നുള്ള രീതിയിൽ അവരെ അത് കറക്റ്റീവായിട്ടുള്ള മെഷേഴ്സ്, കൂടുതൽ പനിഷ്മെൻറ്റിനെക്കാളും കൂടുതൽ കറക്റ്റീവായിട്ട് മെഷേഴ്സാണ് നമ്മൾ ചെയ്യുന്നത്. പലയിടത്തും ഏജ് വ്യത്യാസമുണ്ട്. ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം 18 വയസ്സ് വരെ ജുവനൈൽ ഇതാണ്. തെറ്റുകൾ ചെയ്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ ജുവനൈൽ നിയമപ്രകാരം അവർ രക്ഷപ്പെടും. എന്നാൽ ചില അമേരിക്കയിലൊന്നും അങ്ങനെയൊന്നുമല്ല. ചിലത് 10 വയസ്സ് വരെയുള്ള കുട്ടികളെ ജുവനൈലിനകത്ത് വിടും, ചില അങ്ങനെയുള്ള നിയമത്തിന് സംരക്ഷണമില്ല. പക്ഷേ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം 18 വയസ്സ് വരെ താഴെയുള്ള എല്ലാ കുട്ടികൾക്കും ജുവനൈൽ നിയമപ്രകാരമുള്ള സംരക്ഷണം കിട്ടുന്നുണ്ട്. ഒന്ന്. രണ്ടാമത്തെ കാര്യം, ഇങ്ങനെയുള്ള കുട്ടികളുടെ മേലിൽ എന്തെങ്കിലും അതിക്രമങ്ങൾ നമ്മൾ കാണിച്ചാൽ, മാനസികമായോ ശാരീരികമായോ അവരെ പീഡിപ്പിച്ചാൽ, സെക്ഷൽ ഹറാസ്മെന്റ് ചെയ്താൽ നിയമത്തിൻ്റെ മുമ്പിൽ അവർ കൂടുതൽ ശിക്ഷിക്കപ്പെടും. അവർക്ക് നിയമത്തിൻ്റെ സംരക്ഷണങ്ങൾ കിട്ടുന്നുണ്ട്. അപ്പോൾ എക്കണോമിക് പെർസ്പെക്റ്റീവ് അവരെ സ്വന്തമായി ചിന്തിക്കാനും നിലനിർത്താനുമായിട്ടുള്ളതും, ലീഗൽ പെർസ്പെക്റ്റീവ് അവരെ നിയമത്തിന് മുമ്പിൽ അവർക്കുള്ള സംരക്ഷണങ്ങളും അവർക്കുള്ള അവകാശങ്ങളെ കുറിച്ചാണ് നമ്മൾ പറയുന്നത്. ജെയിംസ് ലാക്ക് തിയറി, ഐഡൻറ്റിറ്റി ഡിഫ്യൂഷൻ എന്ന് പറയുന്നത് അത് ജെയിംസ് മക്ലോസ് തിയറി പറയുന്നത് ഇതെങ്ങനെയാണ് ഒരു കുട്ടി വളരുന്ന സംഗതി, എങ്ങനെയാണ് അവൻ്റെ നിയമങ്ങളുള്ളത് എന്നുള്ളതിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. അതിന് മുമ്പ് ജെയിംസ് ഇത് പറയുന്നത് ഐഡൻറ്റിറ്റി ഡിഫ്യൂഷൻ എന്ന് പറയുന്നത് എങ്ങനെ നമ്മൾ ഒരു ഐഡൻറ്റിറ്റി, നമ്മൾ എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യാനുള്ള ഒരു ഡിഫ്യൂസ്ഡ് ആകുക. എനിക്ക് ചെയ്യാൻ പറ്റുകയില്ല, ഞാൻ ആരാണ്, സപ്പോസ് ടു വാട്ട് വിത്ത് ഇൻ മൈ ലൈഫ്, ഞാൻ എന്ത് ചെയ്യണം, അല്ല ജീവിതത്തിൽ ഞാൻ എന്താകണം, അല്ല എനിക്ക് ഐ ഡോണ്ട് നോ എൻ്റെ ഒരു സ്റ്റേജ് എന്താണ്, ഞാൻ ആരാകണം എന്നുള്ളത് അറിയാത്തതാണ് ജെയിംസ് മക്ലോസ് പറയുന്ന ആദ്യത്തേത്. കാരണം ഈ കുട്ടികൾ വളർന്നു വരുമ്പോൾ യൂത്തിലുണ്ടാകുന്ന ഐഡൻറ്റിറ്റി ഡിഫ്യൂഷൻ, ഞാൻ എന്താകണം, ഞാൻ എങ്ങനെ ഒരു ഉത്തരം പറയാം, എന്ത് കാര്യങ്ങൾ ചെയ്യണം, അത് ഡിഫ്യൂസ് ചെയ്യുന്നതാണ് ഐഡൻറ്റിറ്റി ഡിഫ്യൂഷൻ എന്ന് പറയുന്നത്. ദെൻ ഐഡൻറ്റിറ്റി ഫോർക്ലോഷറാണ്. അപ്പം ഞാൻ എന്ത് ചെയ്യണം, എങ്ങനെയാകണം, എന്താകണം എന്നുള്ള തീരുമാനമെടുക്കാതെ നമുക്ക് മുൻകൂട്ടി നമ്മളൊരു ആലോചിച്ചിട്ട് ചെയ്തെടുക്കുന്ന സംഗതിയാണ്. അവർക്ക് പെട്ടെന്നൊരു തീരുമാനം എടുക്കേണ്ടതായിട്ട് വരിക. ദെൻ ഐഡൻറ്റിറ്റി മൊറട്ടോറിയം എന്ന് പറഞ്ഞു കഴിയുമ്പോൾ നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ, ഐ ആം സ്റ്റിൽ തിങ്കിങ്, ഞാൻ എന്താണ് ഇനി എൻ്റെ ജീവിതത്തിൽ ചെയ്യേണ്ടത് എന്ന് ആലോചിച്ചുകൊണ്ടിരിക്കുക.
അത് നമുക്ക് തീരുമാനം എടുക്കാതെ ഇപ്പം ഐഡൻറ്റിറ്റിയിലുള്ള പ്രശ്നങ്ങളാണ്. ഐഡൻറ്റിറ്റി ഡിസ്ഫ്യൂഷൻ ഉണ്ടാകുക. അത് നമ്മൾ എന്തെങ്കിലും തീരുമാനം എടുക്കുമ്പോൾ എനിക്കത് എന്താണ് ചെയ്യേണ്ടതെന്ന് അറിയാതെ വരിക. ഐഡൻറ്റിറ്റി ഫോർക്ലോഷൻ എന്ന് പറയുമ്പോൾ എന്തെങ്കിലും കാരണവശാൽ പെട്ടെന്ന് നമ്മളൊരു തീരുമാനം എടുക്കേണ്ടതായിട്ട് വരിക. ഐഡൻറ്റിറ്റി മൊറട്ടോറിയം നമുക്ക് ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യണോ വേണ്ടയോ എന്നുള്ളതിനെ കുറിച്ച് ആലോചിച്ചുകൊണ്ടിരിക്കുക, ചെയ്യാൻ പറ്റാതെ. ഐഡൻറ്റിറ്റി അച്ചീവ്മെൻ്റ് എന്ന് പറയാൻ നമ്മളെ ഒരു കാരണം എത്തുന്നത് അല്ലെങ്കിൽ ചെയ്യപ്പെടാൻ സാധിക്കുന്നത്. അപ്പം ഇതിനകത്ത് ഒന്ന് കമ്മിറ്റ്മെൻറ്റ്സിൽ ആണ് പെടുന്നത്. ഒന്ന് കമ്മിറ്റ്മെൻറ്റ്, അത് നമ്മൾ എന്ത് ചെയ്യണം എന്നുള്ള തീരുമാനമുണ്ടാകുക, ദാറ്റ് ഇസ് അവർ കമ്മിറ്റ്മെൻറ്റ്. പിന്നെ വേറൊന്നിനകത്ത് ഐഡൻറ്റിറ്റി മൊറട്ടോറിയൊക്കെ വരുമ്പോൾ നോൺ കമ്മിറ്റ്മെൻറ്റ്സ് ആണ്. നമുക്ക് കമ്മിറ്റ്മെൻറ്റ്സ് ഒന്നും ചെയ്യാനില്ലാത്ത ഡിഫ്യൂഷൻ വരുമ്പോൾ നമുക്ക് കമ്മിറ്റ്മെൻറ്റ്സ് ഒന്നുമില്ല. അതേസമയം ക്രൈസിസ് ആൻഡ് എക്സ്പ്ലോഷനാണ് മൊറട്ടോറിയത്തിലേക്ക് വരുന്നത്. അപ്പം ഇതാണ് ജെയിംസ് ലാങ് തിയറി എന്ന് പറയുന്നത്. ദെൻ എറിക്സൺസ് തിയറി വളരെ ഫേമസ് തിയറിയാണ്. എറിക്സൺസ് തിയറീസ് ഓഫ് സൈക്കോ സോഷ്യൽ ഡെവലപ്മെൻറ്റ്. എറിക്സൺ ഓരോ കാലഘട്ടത്തിൽ ജനിച്ചന്ന് മുതൽ മരിക്കുന്നത് വരെ ഓരോ കാലഘട്ടത്തിൽ ഓരോ രീതിയിൽ നമ്മൾ തീരുമാനം എടുത്തിട്ടുണ്ട്. ഇവിടെ എറിക്സന്റെ ഐഡൻറ്റിറ്റി വേഴ്സസ് ഐഡൻറ്റിറ്റി കൺഫ്യൂഷനാണ്. ആദ്യം നമ്മൾ ഇത് മൈക്രോ തിയറി പറഞ്ഞ പോലെ തന്നെ നമുക്ക് എന്തെങ്കിലും ചെയ്യാനായിട്ടുള്ള ഐഡൻറ്റിറ്റി, നമ്മൾ ചെയ്യണം ഐഡൻറ്റിറ്റി ഞാൻ എന്ത് കാര്യത്തിൽ ചെയ്യണം എന്നുള്ള വരിക. അവിടെ വരുമ്പോൾ എനിക്കത് ചെയ്യാവോ പറ്റില്ലയോ എന്നുള്ള സ്റ്റേജ് വരിക. അപ്പോൾ എന്ന് വെച്ചാൽ അവിടെ ഒരു ഹെൽത്തി എക്സ്പ്ലോറേഷൻ നടന്നില്ല എന്നുണ്ടെങ്കിൽ ഒരു അയാളുടെ റോളിൻ്റെ ഒരു കൺഫ്യൂഷനാണ്. ഞാൻ എന്ത് ചെയ്യണം, ഏത് ചെയ്യണം, എങ്ങനെ ചെയ്യണം, അത് ഏത് ശരിയാണ്. അപ്പോൾ അത് നെഗറ്റീവ് ആണെങ്കിൽ ആ ആളുടെ സംബന്ധിച്ചിടത്തോളം സെൽഫ് കോൺഫിഡൻസ് പറഞ്ഞ് പോകും. അതേസമയം ഐഡൻറ്റിറ്റി ഉണ്ട്, നമ്മൾ ചെയ്യുന്നതിനെ ഉണ്ടെങ്കിൽ കുഴപ്പമില്ല. അല്ലെങ്കിൽ ഐഡൻറ്റിറ്റി ഞാൻ എന്ത് ചെയ്യണം എന്ത് ചെയ്യണ്ട എന്ന് പറയുന്ന ഒരു സ്റ്റേജാണ് യൂത്ത് എന്ന് പറയുന്നത് എറിക്സൺസ് പറയുന്നത്. അടുത്ത സ്റ്റേജ് ഇൻറ്റിമസി വേഴ്സസ് ഐസൊലേഷനാണ്. അപ്പോൾ ഒരു 20 വയസ്സ് മുതൽ 30 വയസ്സ് വരെയാണ് ഇത് പറയുന്നത്. ആദ്യത്തെ 24 വയസ്സ് വരുന്നത് അതിൻ്റെ രണ്ടാമത്തെ സ്റ്റേജാണ് പറയുന്നത്. അപ്പം ഇൻറ്റിമസി, ഒരാളോട് നമ്മളൊരു അടുപ്പം കാണിക്കുക, ഇൻറ്റിമസി ഉണ്ടാകുക. അങ്ങനെ ഇൻറ്റിമസി ഉണ്ടാകും നമുക്ക് ആ റിലേഷൻഷിപ്പ് സമൂഹത്തിൽ നമുക്കൊരു പോസിറ്റീവായിട്ട് റിലേഷൻഷിപ്പ് ഉണ്ടാക്കാൻ സാധിക്കും. പോസിറ്റീവായിട്ട് റിലേഷൻഷിപ്പ് ഉണ്ടായില്ല എന്നുണ്ടെങ്കിൽ അത് ഐസൊലേഷൻ, ഒറ്റപ്പെട്ടു പോകും, സമൂഹത്തിൽ നിലനിൽക്കാൻ പറ്റിയില്ല. അപ്പം എന്തൊക്കെയാണ് ഒരു പേഴ്സണാലിറ്റി ഒരു യൂത്തിനെ യൂത്ത് എന്ന് പറയുന്നത് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് എന്തൊക്കെയാണ്? ഓരോ സമൂഹത്തിലും ഓരോ കാലഘട്ടത്തിനനുസരിച്ച് ജാതി, മതം അങ്ങനെയൊക്കെ ഉള്ളതൊക്കെ ഉണ്ടായിട്ടുണ്ട്, ഓരോ കാസ്റ്റ്. ഇപ്പം ഇവിടെ ആദ്യം കാസ്റ്റാണ്. കാസ്റ്റ് എന്ന് പറയുന്നത് കഴിഞ്ഞാൽ ജാതി എന്ന വ്യവസ്ഥ, ജാതി വ്യവസ്ഥയെ സംബന്ധിച്ചിടത്തോളമാണ് നമ്മൾ ഇത് പറയുന്നത്. അപ്പോൾ ഒരു ജാതിയുടെ ബേസിലാണ് നമ്മൾ ഒരു ആളുടെ ഒരു യൂത്തിനെ നമ്മൾ പലപ്പോഴും നമ്മൾ കണ്ടുകൊണ്ടിരുന്നത് തിരിക്കുന്നത്. ഓരോ സ്റ്റേജ് ഉണ്ട്. അപ്പോൾ കാസ്റ്റ്, ഏത് കാസ്റ്റ്, ഓരോ കാസ്റ്റ് നമ്മുടെ കാലത്ത് നമുക്ക് ഓരോ സ്ഥലത്തിലും പല കാസ്റ്റുകളുണ്ടായിരുന്നു. ശൂദ്രരുണ്ടായിരുന്നു, ക്ഷത്രിയരുണ്ട്, വൈശ്യരുണ്ടായിരുന്നു. അങ്ങനെ കാസ്റ്റിൻ്റെ ബേസിൽ ആൾക്കാരെ നമ്മൾ തിരിക്കാൻ. ആ കാസ്റ്റിൻ്റെ ബേസിൽ ഓരോരുത്തർക്കും ഓരോ യൂത്തിനനുസരിച്ച് ഓരോ ഐഡൻറ്റിറ്റി നമുക്ക് കിട്ടിയത്. അപ്പോൾ ഫസ്റ്റ് ഐഡൻറ്റിറ്റി ഇൻഡിക്കേറ്റേഴ്സ് അവൻ്റെ ജാതി അനുസരിച്ചായിരുന്നു അവൻ്റെ ഇതുണ്ടായിരുന്നു. അപ്പോൾ ആ ജാതിയോടെ പിന്നെ ക്ലാസ് ആണ്. ക്ലാസ് എന്ന് പറയുമ്പോൾ ഞാൻ ആരാണെന്നുള്ളത് നോക്കുമ്പോൾ എൻ്റെ ജോലി എന്തൊക്കെയാണ്, ഞാൻ എന്തൊക്കെ ചെയ്യണം, എൻ്റെ അവസ്ഥ എന്തൊക്കെയാണ്. ഓരോ ക്ലാസ്സിലും നമ്മൾ തിരിക്കുകയാണ്. സ്കൂൾ തലങ്ങളിലാണ് നമുക്ക് തിരിക്കുക. അവന് ചെയ്യാനുള്ള കാര്യങ്ങൾ സാമ്പത്തികമായിട്ടുള്ള ക്ലാസ്സിൽ ഇന്ന ക്ലാസ്, എന്ത് സാമ്പത്തിക നില ഉള്ള ആൾക്കാരാണ്, ഇന്ന വർണ്ണത്തിലുള്ള ആൾക്കാരാണ്, ഇന്ന രീതിയിൽപ്പെട്ട ആൾക്കാരാണ്, അവൻ ഹിന്ദു റിലീജിയനിൽപ്പെട്ട ആളാണ്. അപ്പോൾ ക്ലാസ്സിൻ്റെ രീതിയിൽ ഒരു ക്ലാസ് ഹിന്ദു എന്ന് പറഞ്ഞ് തിരിക്കുക, ക്രിസ്ത്യാനിയായിട്ടൊന്ന് തിരിക്കുക, അങ്ങനെ തിരിക്കുന്നതാണ് നമ്മൾ ക്ലാസ് എന്ന് പറയുന്നത്. അപ്പം ഞാനെന്ന് പറയുന്നത് ഏത് ക്ലാസ്സിൽ പെടും, സാമ്പത്തികമായിട്ടും അല്ലെങ്കിൽ ജെൻഡർ കൊണ്ടും ഏത് ക്ലാസ്സിൽ പെടും എന്നുള്ളതാണ് അടുത്ത ചെയ്യുന്നത്. പിന്നെ ജെൻഡർ, ആണ് പെണ്ണ്, എപ്പോഴും എല്ലാ കാര്യത്തിലും ജെൻഡർ ഇതിനകത്ത് വരുമ്പോൾ ഇൻഡിക്കേറ്റേഴ്സ് വരുമ്പോൾ ആണാണ് അത് ഇന്ന വേഷം ധരിക്കണം, പുരുഷന് ഇന്ന വേഷങ്ങൾ ധരിക്കണം, സ്ത്രീ ഇന്ന വേഷങ്ങൾ ധരിക്കണം, അല്ലെങ്കിൽ കൊച്ചുകുട്ടിയായിരിക്കുമെന്ന് ഇന്ന വേഷങ്ങൾ, ആണുങ്ങളെ പോലെ വേഷം ധരിക്കാൻ പാടില്ല, അല്ലെങ്കിൽ പെൺകുട്ടികളുടെ മുടി വളർത്തണം, ആൺകുട്ടികൾ ഇന്നത് കളിക്കണം, പെൺകുട്ടികൾ ഇന്നത് കളിക്കണം. അത് ആൺകുട്ടികൾ ഫുട്ബോൾ പോലെ കളിക്കും, പെൺകുട്ടികൾ ഡാൻസ് കാര്യങ്ങൾ കളിക്കുക. ഇതിപ്പോൾ ജെൻഡർ ഡിഫറൻസ് ആണ്. അപ്പം ജെൻഡറിന് ഇതും നമ്മൾ യൂത്തിനെ ഐഡൻറ്റിഫൈ ചെയ്യാനായിട്ട് ഉണ്ടായിരുന്നു. പിന്നെ റിലീജിയൻ, ഏത് റിലീജിയനിൽ പെട്ടതാണ്.
നിങ്ങൾ ഹിന്ദു ആണോ, ക്രിസ്ത്യാനിയാണോ, മുസ്ലിംസ് ആണോ? അപ്പം ഓരോരുത്തർക്കും ഓരോന്നല്ല. എക്സാമ്പിൾ ഇപ്പം മുസ്ലിംസ് ആണെങ്കിൽ, സ്ത്രീ ആണെങ്കിൽ നേരത്തെ കല്യാണം കഴിച്ചു കൊടുക്കണം എന്നുള്ളതാണ്. ക്രിസ്ത്യൻസ് ആണെങ്കിൽ ഇന്ന രീതി. പണ്ട് കാലങ്ങളിൽ ഹിന്ദു പെൺകുട്ടിയായിരുന്നെങ്കിൽ പ്രായപൂർത്തിയായി കഴിഞ്ഞാൽ പഠിക്കാൻ പുറത്തു വിടില്ല, അവർക്ക് പുറത്തു പോകാനായിട്ട് അനുവാദമില്ലല്ലോ. അപ്പം ഇങ്ങനെ ഓരോ രീതിയിൽ നമ്മൾ ആൾക്കാരെ നമ്മൾ തിരിച്ചിട്ടുണ്ട്. പിന്നെ നമ്മൾ വരുന്ന എത്നിസിറ്റിയാണ്. എത്നിസിറ്റി എന്ന് പറഞ്ഞാൽ എവിടെ പെടുന്നു, അത് ഞാൻ കേരളീയനാണ്, അല്ലെ മധ്യപ്രദേശിയാണ്, അല്ലെ മഹാരാഷ്ട്രനാണ്, അങ്ങനെ ഘടകങ്ങളുടെ, അതായത് സാമൂഹ്യമായ രീതിയിൽ നമ്മൾ അവരെ തിരിക്കുക. അപ്പം ഇൻഡിക്കേറ്റ് ഒരു വ്യക്തിത്വത്തെ അല്ലെ യൂത്തിനെ നമ്മൾ തരംതിരിച്ചത് കാസ്റ്റിൻ്റെ പേരിൽ, ക്ലാസിൻ്റെ പേരിൽ, ജെൻഡറിൻ്റെ പേരിൽ, റിലീജിയൻ്റെ പേരിൽ, എത്നിസിറ്റി എന്ന് വെച്ചാൽ ഏത് ഭൂപ്രകൃതി എന്നാണ്. എത്നിസിറ്റി ഭൂപ്രകൃതി അനുസരിച്ച് നമ്മൾ തിരിക്കുക. ഞാൻ ഇന്ന രാജ്യക്കാരൻ, ഞാൻ മലയാളിയാണ്, അല്ലെങ്കിൽ ഞാൻ ഡൽഹിയിൽ നിന്ന് വന്ന ആൾക്കാരാണ്, അല്ലെങ്കിൽ ഞാൻ സിക്കിംകാരനാണ്, അല്ലെങ്കിൽ ഞാൻ ഭൂട്ടാൻകാരനാണ്, അല്ലെങ്കിൽ ഞാൻ കിഴക്കെന്ന് വരുന്നു. അങ്ങനെ വരുന്ന നമ്മൾ തിരിക്കുന്നതാണ് എത്നിസിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ ഇതാണ് നമ്മളെ ഒരു ജെൻഡറിനെ ഐഡൻറ്റിഫൈ ചെയ്യാനുള്ള, തിരിച്ചറിയാനുള്ള ഇൻഡിക്കേറ്റേഴ്സ്, അതിൻ്റെ മാർഗങ്ങൾ അല്ല മാർഗരേഖകളായിട്ട് നമ്മൾ വെച്ചുകൊണ്ടിരുന്നത്. പിന്നെ എന്തൊക്കെയാണ് ഡെവലപ്മെൻ്റൽ ആസ്പെക്ട്സ്? അപ്പം ഫിസിക്കൽ, ബയോളജിക്കൽ ഓർ ഫിസിയോളജിക്കൽ ചേഞ്ചസ്. ആദ്യം ഒരു ചേഞ്ചസ് നമ്മൾ ഉണ്ടാകുന്നത് വളർച്ചയിലാണ്. അപ്പം ഫിസിക്കൽ ഡെവലപ്മെൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രായപൂർത്തിയാകുന്ന സമയത്ത് ആദ്യത്തെ ചേഞ്ച് ഉണ്ടാകുന്നത് അവൻ്റെ ശാരീരികമായ ഘടനകളാണ്. ശാരീരികമായ ഘടനകൾ എന്ന് പറയുമ്പോൾ ഒരു പ്രായപൂർത്തിയാകുന്ന സമയത്ത് പെൺകുട്ടികളാണെന്നിരിക്കരുത്, പെൺകുട്ടികളാകുമ്പം അവരെ സംബന്ധിച്ച് സെക്ഷുവൽ ഡെവലപ്മെൻറ്റ്, പ്രത്യേകിച്ച് ഒരു പെൺകുട്ടിയാകുമ്പോൾ ആദ്യം നമ്മൾ അറിയുന്നത് അവരെ പീരീഡ്സ് ഉണ്ടാകും, മാസമുറ ഉണ്ടാകുന്ന സമയത്താണ് നമ്മൾ അറിയുന്നത്. അതാണ് ഒരു പെൺകുട്ടി പ്രായപൂർത്തിയാകുന്ന ആദ്യത്തെ ലക്ഷണമായിട്ട് നമ്മൾ കണക്കാക്കുന്നത്. അതോടുകൂടി തന്നെ വരുന്നതെന്ന് വെച്ചാൽ അവരുടെ ഫിസിക്കൽ ചേഞ്ചസ്, ബ്രസ്റ്റ് ഉണ്ടാകുക, അവരെ സംബന്ധിച്ചിടത്തോളം പ്യൂബർട്ടി ഹെയർ ഉണ്ടാകുക, സെക്ഷൽ ഡെവലപ്മെൻറ്റ് ഉണ്ടാകുക, സെക്ഷൽ തോട്ട്സ് അവരിലുണ്ടാകുക, ജെനറ്റിക്കൽ ഡെവലപ്മെൻറ്റ്. ഇതാണ് നമ്മൾ ആദ്യത്തെ ഉണ്ടാകുക. ആൺകുട്ടികളാകുമ്പോൾ ആൺകുട്ടികളെ സംബന്ധിച്ചിടത്തോളം അവർക്കുണ്ടാകുന്ന വെയിറ്റ് ഗെയിൻ ഉണ്ടാകുക, മീശ വളരുക, ആഡംസ് ആപ്പിൾ ഉണ്ടാകുക. അതാണ് ആദ്യത്തെ ഫിസിയോളജിക്കൽ, ബയോളജിക്കൽ ഓർ ഫിസിയോളജിക്കൽ ചേഞ്ചുകൾ. ദെൻ അടുത്തത് കോഗ്നിറ്റീവ്, അവരുടെ തിങ്കിങ്ങിലുള്ള ചിന്താഗതി, അറ്റൻഷനിൽ വ്യത്യാസം വരിക, പഠനത്തിലുള്ള വ്യത്യാസം വരിക, ഇൻ്റലിജൻസിലുള്ള വ്യത്യാസം, അറിവിലേക്കുള്ള വ്യത്യാസം വരിക. ഇതാണ് നമുക്ക് അതാണ് കോഗ്നിറ്റീവ് ചേഞ്ചസ് ഉണ്ടാകുന്നത്. അപ്പോൾ അവൻ്റെ ചിന്താഗതികൾ മാറും, അവൻ്റെ പെർസെപ്ഷൻ, ഓരോ കാര്യത്തെക്കുറിച്ച് കാണുന്ന രീതികളെക്കുറിച്ച് മാറും, സമൂഹത്തെക്കുറിച്ച് അവൻ്റെ ചിന്താഗതികൾ മാറും, അവൻ്റെ പഠിക്കാനായിട്ടുള്ള താല്പര്യങ്ങൾ വ്യത്യാസം വരും, അവൻ്റെ ക്രിയേറ്റിവിറ്റിയിൽ വ്യത്യാസം വരും. ഇതെല്ലാം നമ്മൾ പറയുന്നത് കോഗ്നിറ്റീവ് ആസ്പെക്ട്സിലാണ്. വൈകാരികമായിട്ട് ചേഞ്ച് ഉണ്ടാകാം. അപ്പം ഒരു കുട്ടി വളരുന്നതനുസരിച്ച് അമ്മയോട് ചിരിക്കുക, ആൾക്കാരുമായിട്ട് എടുക്കുക, കരയാനായിട്ടുണ്ടാകുക, ഇമോഷണൽ ചേഞ്ചസ് ഉണ്ടാകുക, വൈകാരികമായിട്ടുള്ള പ്രകടനങ്ങൾ ഉണ്ടാകുക, സ്നേഹിക്കാനും സ്നേഹിക്കപ്പെടാനുള്ള ആഗ്രഹങ്ങളൊക്കെ ഉണ്ടാകുക. ഇതാണ് ഇമോഷണൽ ചേഞ്ചസ് എന്ന് പറയുന്നത്. പിന്നെ മോറൽ വാല്യൂസ്, സമൂഹം നമുക്ക് കുറേ നിയമങ്ങൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. നിയമങ്ങളെക്കുറിച്ച് മനസ്സിലാക്കുകയാണ് മോറൽ വാല്യൂസ് എന്ന് പറയുന്നത്. മോറൽ വാല്യൂസ് എന്ന് പറയുന്നത് നമ്മൾ സമൂഹത്തിൽ കുറേ നിയമങ്ങളുണ്ട്. ഇന്ന രീതി ചെയ്യണം, വലിയവരൊക്കെ ഉണ്ടായി എണ്ണേക്കണം, അല്ലെങ്കിൽ തൊഴണം, അല്ലെങ്കിൽ അമ്പലത്തിൽ പോയാൽ ഇന്ന് ചെയ്യണം, പള്ളിയിൽ പോയാൽ ഇന്ന് ചെയ്യണം, ഗുരുക്കന്മാരോട് ഇങ്ങനെ ചെയ്യണം, പി ഗ്രൂപ്പ്സിനോട് ഇങ്ങനെ ചെയ്യണം, സമൂഹത്തിൽ ഇറങ്ങിയാൽ ഇങ്ങനെ ചെയ്യണം. ദാറ്റ് ഇസ് കോൾഡ് മോറൽ സ്റ്റേജസ്. ആ മോറൽ ഡെവലപ്മെൻ്റ് ആണ് പിന്നെ നടക്കുന്നത്. ആദ്യം ഫിസിക്കലാണ്, പിന്നെ കോഗ്നിറ്റീവ്, പിന്നെ ഇമോഷണൽ, മോറൽ, ദെൻ സോഷ്യൽ. സമൂഹമായിട്ട് എങ്ങനെ ഇടപെടുന്നു, റിലേഷൻഷിപ്പ് ഉണ്ടാകുക, ഫ്രണ്ട്ഷിപ്പ് ഉണ്ടാക്കുക, അവരുമായിട്ടുള്ള ബന്ധങ്ങൾ സ്ഥാപിക്കുക, കൂടുതൽ ആൾക്കാരുമായിട്ട് ഇടപെടുക. അപ്പോൾ ഇതാണ് സോഷ്യൽ ഡെവലപ്മെൻറ്റ്. അപ്പോൾ പിന്നെ നമുക്കുള്ള സ്പിരിച്വലാണ്. സ്പിരിച്വൽ എന്ന് പറയുന്നത് നമ്മൾ രണ്ട് രീതിയിലാണ് കാണുന്നത്. ആ സെൽഫ് ഗ്രോയിങ് കോൺസെപ്റ്റിനെ കുറിച്ചാണ്. സ്പിരിച്വൽ എന്ന് പറയുന്നത് നമ്മൾ ദൈവികം എന്ന് മാത്രമല്ല, അവനെക്കുറിച്ചുള്ള ചിന്താഗതി, സെൽഫ് കോൺഫിഡൻസ് അല്ലെങ്കിൽ സെൽഫ് റിയലൈസേഷൻ. അപ്പം ഡെവലപ്മെൻറ്റൽ ആസ്പെക്ട്സ് ഓഫ് യൂത്ത് എന്ന് പറഞ്ഞാൽ ആദ്യം ഫിസിക്കൽ ചേഞ്ചസ് ആണ്. ഫസ്റ്റ് ചേഞ്ചസ് പറഞ്ഞാൽ ഫിസിക്കലാണ്, ദെൻ കോഗ്നിറ്റീവ് ആണ്, ദെൻ എമോഷണൽ, മോറൽ, സോഷ്യൽ ആൻഡ് സ്പിരിച്വൽ ചേഞ്ചസ്. ഇത്രയാണ് നമ്മൾ ഡെവലപ്മെൻറ്റ് സ്റ്റേജസിൽ ഒരു യൂത്തിനെ സംബന്ധിച്ചിടത്തോളം ഉണ്ടാകുന്ന സംഗതികൾ. അഡോളസൻസ് ആകുമ്പോഴത്തേക്ക് നമ്മൾ മെച്യൂർ റിലേഷൻഷിപ്പ്, എന്തൊക്കെയാണ് അഡോളസെൻ്റ് എന്ന് പറയുമ്പോൾ അവർ കാണിക്കുന്നത് എന്തൊക്കെയാണ്? അവരുടെ റിലേഷൻഷിപ്പ് കൂടുതലും മച്യൂർ ഡെവലപ്മെൻ്റ് ആയിരിക്കും, മച്യൂർ റിലേഷൻഷിപ്പ് ആയിരിക്കും. എന്ന് വെച്ചാൽ അവർ തമ്മിലുള്ള ബന്ധം എന്ന് പറയുന്നത് കുറച്ചുകൂടെ സ്ട്രോങ് ആയിരിക്കും.
അപ്പോൾ പുതിയ പുതിയ ബന്ധങ്ങൾ ഉണ്ടാക്കുക, ആ ബന്ധങ്ങൾക്കകത്ത് മച്വറായിട്ടുള്ള റിലേഷൻഷിപ്പ്, അതെന്ന് വെച്ചാൽ ആ കാര്യത്തിനകത്ത് അവർ തമ്മിലുള്ള ബന്ധങ്ങളും കാര്യങ്ങളും കുറച്ചും കൂടെ ഓപ്പൺ ആയിരിക്കും, കുറച്ചും കൂടെ പ്രോബ്ലം ബേസ്ഡ് ഉള്ള റിലേഷൻഷിപ്പ് ആയിരിക്കും, ചിലരുടെ ഇൻറ്റിമേറ്റ് ആയിട്ടുള്ള റിലേഷൻഷിപ്പ് ആയിരിക്കും. ദാറ്റ് ഇസ് കോൾഡ് മച്വർ റിലേഷൻഷിപ്പ്. പിന്നെ നമ്മൾ അടുത്ത് ഉണ്ടാകുന്ന ഡെവലപ്മെൻറ്റ് ടാസ്ക് അവാർഡാൾസിൻ്റെ സോഷ്യൽ റോൾസ് ആണ്. ഓരോ തീരുമാനങ്ങൾ, ഓരോ ഇതുണ്ട്. ഇന്ന കാര്യങ്ങൾ ചെയ്യണം, ഇന്ന ജെൻഡർ ആകുമ്പോൾ ഇന്ന കാര്യങ്ങൾ ചെയ്യണം, ആണാകുമ്പോൾ ഇന്ന ചെയ്യണം, പെണ്ണാകുമ്പോൾ ഇങ്ങനെ ചെയ്യണം, ഇന്ന കാര്യങ്ങൾ ചെയ്യണം. നമ്മുടെ സമൂഹത്തിൽ ചെയ്യേണ്ട ഒരു റോളുകളുണ്ട്. ലീഡർഷിപ്പ് എടുക്കുക, അല്ലെങ്കിൽ നമ്മൾ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുക, അല്ലെങ്കിൽ പിയർ ഗ്രൂപ്പ്സിനെ നമ്മൾ ഫോം ചെയ്യുക, അല്ലെങ്കിൽ സോഷ്യൽ റിലേഷൻ നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യുക. ദാറ്റ് ഇസ് കോൾഡ് സോഷ്യൽ റോൾസ്. ഒരു റോളുണ്ട്. പിന്നെ ദെൻ യു അക്സെപ്റ്റിംഗ് യുവർ ബോഡി. ദാറ്റ് ഇസ് ഐ എം എ ബോയ്, ഐ എം എ ഗേൾ, ഞാനൊരാണാണ്, ഞാനൊരു പെണ്ണാണ്. ആ ബോഡി ചേഞ്ചസ്, അല്ലെ അതിൻ്റെ വളർച്ച, സമൂഹികമനുസരിച്ചുള്ള ആ ബോഡിയുടെ ഷേപ്പ്, ബോഡി നമ്മൾ അക്സെപ്റ്റ് ചെയ്യുക, അതനുസരിച്ച് നമ്മൾ വേഷഭൂഷാദികൾ നമ്മൾ ധരിക്കുക. അപ്പോൾ എപ്പോഴും ഇതൊരു പ്രശ്നമാണ്. കാരണം പലപ്പോഴും നമ്മൾ ഈ ഒരു പെട്ടെന്നുണ്ടാകുന്ന, അതായത് ചെറുപ്പം ഈ പ്രായപൂർത്തിയാകുന്നത് വരെ നമുക്ക് ഏത് ഡ്രസ്സ് ഇടാനായിട്ടും ആൺപെൺ വ്യത്യാസമുണ്ടെങ്കിലും നമ്മുടെ റോൾ എന്തൊക്കെയാണ്, നമ്മളേത് ചെയ്യണം, നമ്മുടെ ബോഡിയെ അക്സെപ്റ്റ് ചെയ്യുക എന്നുള്ള, അക്സെപ്റ്റിംഗ് ദ ബോഡി. പിന്നെ എമോഷണൽ ഇൻഡിപെൻഡൻസ്, സ്വന്തമായ കാര്യങ്ങൾ ചിന്തിക്കാനും ആൾക്കാരുമായിട്ട് ഇടപെടാനായിട്ടും ഉള്ള കഴിവിനാണ് എമോഷണൽ ഇൻഡിപെൻഡൻസ് പറയുന്നത്. ഈ ഇത്രയും കാര്യങ്ങൾ നമുക്ക് ഡെവലപ്മെൻറ്റ് ടാസ്കിനകത്ത് ഉണ്ടാക്കണം. അത് കഴിഞ്ഞ് ഞാൻ ഉണ്ടാകുന്നത് എക്കണോമിക് കരിയർ. നമ്മൾ എന്താകണം എന്ന് ഏറ്റെടുക്കുക, നമ്മൾ എങ്ങനെ പോകണം, നമ്മുടെ ജീവിതത്തെക്കുറിച്ചൊരു തീരുമാനമെടുക്കുക. അതും ഈ യൂത്തിലാണ് നടക്കുന്നത്. കാരണം നമുക്ക് നമ്മുടെ ഫിലോസഫി ഉണ്ടാകണം, ഞാൻ ആരാകണം, എന്താകണം, എങ്ങനെ വളരണം, എന്തൊക്കെ ചെയ്യണം, അതെന്നുള്ള പറയുന്നതാണ് ഇത്. പിന്നെ അക്വയറിംഗ് സ്കിൽസ്, പുതിയ കാര്യങ്ങൾ നമ്മൾ നേടിയെടുക്കുക, എന്തെങ്കിലും ചെയ്യാനുള്ള കഴിവുകൾ നമ്മൾ നേടിയെടുക്കുക, അക്വയറിംഗ് സ്കിൽസ് ആണ്. ദെൻ അക്വയറിംഗ് വാല്യൂസ് ആൻഡ് എത്തിക്കൽ സിസ്റ്റം, ഈ സമൂഹത്തെക്കുറിച്ച് മനസ്സിലാക്കാനും നമുക്ക് ഇൻഡിപെൻഡൻറ്റ് ജഡ്ജ്മെൻ്റ് എടുക്കാനും ആ ഒരു ജീവിതത്തിൻ്റെ റോഡ് മാപ്പ് നമ്മൾ എങ്ങനെ ഇതിലേക്ക് എത്തിച്ചേരണം എന്നുള്ളതിനെക്കുറിച്ച് തീരുമാനമെടുക്കാനായിട്ടാണ് ചെയ്യുന്നത്. പിന്നെ ഡിസയറിങ് ആൻഡ് അച്ചീവിങ് സോഷ്യലി റെസ്പോൺസിബിൾ ബിഹേവിയർ, സമൂഹത്തിന് ചേരുന്ന രീതിയിൽ, സമൂഹത്തിനെ അക്സെപ്റ്റ് ചെയ്യാവുന്ന രീതിയിൽ, സമൂഹം നമ്മളെ അക്സെപ്റ്റ് ചെയ്യുന്ന രീതിയിൽ നമുക്ക് ഒരു റെസ്പോൺസിബിൾ ബിഹേവിയർ ഉണ്ടാകും, നമ്മുടെ പെരുമാറ്റത്തിലുണ്ടാകും. അപ്പോൾ ഡെവലപ്മെൻറ്റ് ടാസ്ക് അവിടെ എന്തൊക്കെയാണ് ടാസ്ക്, എന്തൊക്കെയാണ് രീതികൾ, ദെൻ മച്വർ റിലേഷൻഷിപ്പ് ഉണ്ടാക്കുക, സോഷ്യൽ റോൾസ്, നമ്മുടെ എന്താണ് നമ്മൾ സമൂഹത്തിന് ചെയ്യാനുള്ള കാര്യങ്ങൾ, ആ നിയമം, ഒരു ആണെന്നുള്ള രീതിയിൽ, പെണ്ണെന്നുള്ള രീതിയിൽ, ഒരു വ്യക്തി എന്നുള്ള രീതിയിൽ, വാട്ട് ഈസ് മൈ റോൾ, വാട്ട് ഈസ് മൈ റെസ്പോൺസിബിലിറ്റി ഇൻ ദ സൊസൈറ്റി, അതാണ് സോഷ്യൽ റോൾസ്. അക്സെപ്റ്റിംഗ് ദ വൺസ് ബോഡി, ദെൻ അക്സെപ്റ്റ് യുവർ ബോഡി ആസ് ഇറ്റ് ഈസ്, അത് എങ്ങനെയാണോ അത് അങ്ങനെ തന്നെ നമ്മൾ ഉൾക്കൊള്ളാനായിട്ടൊരു മാനസിക അവസ്ഥ നമ്മൾ ഉണ്ടാക്കുക. ദെൻ എമോഷണൽ ഇൻഡിപെൻഡൻസ്, എമോഷണൽ ഇൻഡിപെൻഡൻസ്, അതായത് വൈകാരികമായ സ്വതന്ത്രമായ ചിന്താഗതികൾ പെരുമാറാനുള്ള കഴിവാണ് എമോഷണൽ ഇൻഡിപെൻഡൻസ് പറയുന്നത്. പിന്നെ നമ്മൾ ആരാകണം, എന്താകണം, ഒരു എക്കണോമിക് കരിയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാമ്പത്തികം മാത്രമല്ല, സമൂഹത്തിന് ചേരത്തൊക്കെ വേണം. ഞാൻ ആരാകണം, എന്താകണം, എൻ്റെ കഴിവുകൾക്കനുസരിച്ച് ഞാനെന്ന് പറഞ്ഞ വ്യക്തി എന്താകണം എന്നുള്ള തീരുമാനം, ദാറ്റ് ഈസ് എക്കണോമിക് കരിയർ. പിന്നെ നമ്മൾ അക്വയറിംഗ് സ്കിൽസാണ്, ഓരോ കഴിവുകൾ, നമുക്ക് എന്തിലാണ് നമുക്ക് കഴിവുകളുള്ള ആ കഴിവുകളെ നമ്മൾ നേടിയെടുക്കുക. പിന്നെ സമൂഹത്തിലുള്ള വാല്യൂസ്, നിയമങ്ങളും അതെങ്ങനെ ആയിരിക്കണം എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കിയെടുക്കുക. പിന്നെ ഡിസൈനിങ് അച്ചീവ്മെൻറ്റ് സോഷ്യലി റെസ്പോൺസിബിൾ ബിഹേവിയർ. പിന്നെ നമ്മൾ എന്തൊക്കെയാണ് നമുക്ക് മാറ്റങ്ങൾ ഉണ്ടാകുന്നത്, ഡെവലപ്മെൻറ്റ് എന്തൊക്കെയാണ്, ഫിസിക്കൽ ഡെവലപ്മെൻറ്റ് അഡോളസെന്റ് ഗേൾസ്, ഫിസിക്കൽ ഡെവലപ്മെൻറ്റ് അഡോളസെന്റ് എന്താണ് നമ്മൾ ഉണ്ടാകുന്നത്. അത് ഫസ്റ്റ് വൺ നമ്മൾ ആണും പെണ്ണുമാകുമ്പം ഈ അഡോളസെന്റ് സ്റ്റേജിൽ നമുക്കുണ്ടാകുന്ന ഫിസിക്കൽ ഡെവലപ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ ഒന്ന് ഇവരുടെ സെക്ഷൽ ഡെവലപ്മെൻറ്റ് തന്നെയാണ് മെയിനായിട്ട് നമ്മൾ പറയുക. അപ്പം ഓരോ കാര്യങ്ങൾ ചെയ്യുക, നമ്മുടെ ശരീരത്തിന് വളർച്ച ഉണ്ടാകുക, പൊക്കം കൂടുക, ശരീരത്തിൻ്റെ വണ്ണം കൂടുക, നമുക്ക് ചിന്താഗതികൾ നമുക്ക് മാറ്റം വരിക, സെക്ഷൽ ഡെവലപ്മെൻറ്റ് ഉണ്ടാകുക, ഇതാണ് ഫിസിക്കൽ ഡെവലപ്മെൻറ്റ് ഇൻ അഡോളസെന്റ് ഗേൾസ് നമ്മൾ വരിക. പിന്നെ ഇതിൻ്റെ കൂട്ടത്തിൽ തന്നെ അവരുടെ ലങ്സിൻ്റെ കപ്പാസിറ്റി കൂട്ടുക, അവരുടെ യൂട്രസിൻ്റെ ഡെവലപ്മെൻറ്റ് ഉണ്ടാകുക. ഫിസിക്കൽ ഡെവലപ്മെൻറ്റ് അഡോളസെന്റ് ബോയ് ആണെങ്കിൽ ആൺകുട്ടികൾക്ക് മീശ വരിക, അവൻ്റെ ശരീരത്തിന് ഹെൽത്തി ആയിട്ട് വരിക, ഫിസിക്കൽ മസിൽസൊക്കെ ഡെവലപ്പ് ചെയ്യുക. പിന്നെ
സമൂഹം അംഗീകരിക്കത്തക്കവണ്ണമുള്ള ശാരീരികമായ മാറ്റങ്ങൾ വരിക. കോഗ്നിറ്റീവ് ഡെവലപ്മെൻറ്റ് എന്തൊക്കെയാണ് ഉണ്ടാകുന്നത്? സെൻസറി മോട്ടോർ സ്റ്റേജ്, അതായത് പീഷെ പറയുന്ന 4 സ്റ്റേജാണ് ഒരാളുടെ ഡെവലപ്മെൻറ്റ് സ്റ്റേജ് ആയിട്ട് പറയുന്നത്. സെൻസറി മോട്ടോർ സ്റ്റേജ് 0 to 2 years. 0 to 2 years സെൻസറി മോട്ടോർ ഡെവലപ്മെൻറ്റ്. സെൻസറി മോട്ടോർ ഡെവലപ്മെൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരാൾ വളർന്നു വരുന്ന സമയത്ത് കാര്യങ്ങളെക്കുറിച്ച് മനസ്സിലാക്കുക. സെൻസറി മോട്ടോർ അറിഞ്ഞും തൊട്ടും കണ്ടും കാര്യം മനസ്സിലാക്കുന്ന സ്റ്റേജാണ് സെൻസറി മോട്ടോർ. അത് 0 to 2 years ആണ്. ദെൻ പ്രീ ഓപ്പറേഷണൽ സ്റ്റേജസ് എന്ന് പറയുന്നത് 2 to 7 years ആണ്. പിന്നെ നമ്മൾ പറയുന്നത് കോൺക്രീറ്റ് ഓപ്പറേഷൻ തിയേറ്റർ ആണ്, അത് സ്റ്റേജാണ്. അത് 7 to 12 years ആണ്. അപ്പം അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഫോർമൽ ഓപ്പറേഷൻ സ്റ്റേജാണ് വരുന്നത്. അപ്പം ഒരു കുട്ടിയുടെ ഡെവലപ്മെൻറ്റ് സ്റ്റേജസിൽ ചെറുപ്പകാലം 0 to 2 years എന്ന് പറയുന്നത് സെൻസറി മോട്ടോർ സ്റ്റേജസ് ആണ്. കുട്ടി കണ്ട് കാര്യങ്ങൾ കേട്ട് മനസ്സിലാക്കുക, അവനതിന് റിയാക്ട് ചെയ്യുക, ഒരു മോട്ടോർ ആക്ടിവിറ്റി. ഇപ്പോൾ കുറച്ച് അമ്മയെ കണ്ടച്ചിരിക്കുന്നുണ്ട്, ബാക്കിയുള്ള കാര്യങ്ങൾ ചെറുതായിട്ട് നടക്കുന്നുണ്ട്, സംസാരിക്കുന്നുണ്ട്. ഇതൊക്കെ 0 to 2 years ആണ്. സംസാരിക്കുക, കാര്യങ്ങൾ മനസ്സിലാക്കുക, വാക്കുകൾ പറയാൻ തുടങ്ങുക, സെൻറ്റൻസുകൾ പതുക്കെ ആക്കുക. ഗ്രാമർ ഇതിലൊന്നും അല്ല നമ്മൾ പറയുന്നത്, അല്ലാത്ത രീതിയിലുള്ള സംഗതികൾ പറയാം. ഇപ്പോൾ കുട്ടി വെള്ളം വേണം എന്ന് പറയാം, അല്ല എനിക്ക് ദാഹിക്കുന്നു എന്ന് പറയാം. പക്ഷെ നമ്മൾ അതൊക്കെ സെൻസറി മോട്ടോറില്ല. കുട്ടി നടക്കാൻ തുടങ്ങുക, എനിക്ക് വേണം, എൻ്റെ അച്ഛൻ, എൻ്റെ അമ്മ, അങ്ങനെയൊക്കെ പറയാം. അത് പ്രീ ഓപ്പറേഷൻ വരുമ്പോൾ കുട്ടി കുറച്ചുകൂടെ ഡെവലപ്പ് ചെയ്ത് കഴിഞ്ഞു. 0 to 7 years ആണ്. ഇപ്പോൾ കുറച്ചുകൂടെ കുട്ടികൾ ഗ്രാമറൊക്കെ കൂട്ടി പറയാൻ തുടങ്ങും. ഞാൻ ഇന്നലെ പോയിരുന്നു, അല്ല ഞാൻ നാളെ വരാം, അല്ലെങ്കിൽ അച്ഛൻ വീട്ടിലില്ല, അച്ഛൻ ജോലിക്ക് പോയിരിക്കുകയാണ്. അങ്ങനെ ഗ്രാമർ. അത് എനിക്കിപ്പോൾ ദാഹിക്കുന്നുണ്ട്, എനിക്കിപ്പം വെള്ളം വേണം, അല്ലെങ്കിൽ ഞാൻ നാളെ നമുക്ക് തമ്മിൽ കാണാം, നാളെ കളിക്കാം. അപ്പം ഗ്രാമറും എല്ലാം കണ്ടു. പ്രീ ഓപ്പറേഷൻ സ്റ്റേജ് കോൺക്രീറ്റ് ഓപ്പറേഷൻ ഒക്കെ വരുമ്പോഴത്തേക്ക് 7 to 12 years. അപ്പോൾ കുറച്ചുകൂടെ സോഷ്യൽ നോംസും ഒക്കെ പഠിക്കും, സാമൂഹ്യ നിയമങ്ങൾ പഠിക്കും, ഫ്രണ്ട്സുമായിട്ട് ഉടാനും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പഠിക്കും. അത് കഴിഞ്ഞാൽ ഫോർമൽ ഓപ്പറേഷനാണ്. അതാണ് നമ്മൾ യൂത്ത് എന്ന് പറയുന്ന ഒരു സ്റ്റേജ് എന്ന് പറയുന്നത്. അത് 12 years പ്യൂബർട്ടി സ്റ്റേജ് മുതലുള്ളതാണ്. ഫോർമൽ ഓപ്പറേഷൻ സ്റ്റേജിൽ എന്തൊക്കെയാണെന്ന് നമുക്ക് സംഭവിക്കുക. ഡിഡക്റ്റീവ് റീസണിങ് വെച്ചാൽ ഒരു കാര്യത്തിൽ നിന്ന് നമ്മൾ കൊണ്ടുവരിക, അത് സമൂഹം അങ്ങനെയാണെങ്കിൽ ഇതിങ്ങനെ ആയിരിക്കും. അപ്പം മെയിൻ ഒരു സ്റ്റേറ്റ്മെൻറ്റിൽ നിന്ന് സിംഗിൾ സ്റ്റേറ്റ്മെൻറ്റിലേക്ക് കൊണ്ടുവരുന്ന ഒരു സ്റ്റേജാണ് ഡിഡക്റ്റീവ് റീസണിങ് എന്ന് പറയുന്നത്. അപ്പം മെയിൻ സ്റ്റേജിൽ നിന്ന് കൊണ്ടുവന്ന് അത് ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ സംഗതിയിലേക്ക് കൊണ്ടു നിർത്തുക. ദാറ്റ് ഈസ് കോൾഡ് ഡിഡക്റ്റീവ് റീസണിങ്. ദെൻ അബ്സ്ട്രാക്ട് ഓർ പ്രൊപ്പോസിഷണൽ തോട്ട്സ് എന്ന് പറഞ്ഞാൽ കുറച്ചുകൂടി അബ്സ്ട്രാക്ട്, കാര്യകാരണം ശ്രദ്ധ പറയാം. ബാഡ്, ഇപ്പം നമ്മൾ ബാഡാണ്, നല്ലതാണ്, ഞാൻ ചീത്തയാണ്, ഞാൻ ഇങ്ങനെയാണ്, അല്ല ഇന്നയാൾ ഇങ്ങനെയാണ്, ഇന്ന കാര്യം ഇങ്ങനെയാണ്. അബ്സ്ട്രാക്റ്റ് ആയിട്ട് പ്രൊപ്പോസ് ഒരു തോട്ട്സിലേക്ക് കൊണ്ടുവരുന്നതാണ്. ദാറ്റ് ഈസ് കോൾഡ് അബ്സ്ട്രാക്ട് ഓർ പ്രൊപ്പോസിഷണൽ തോട്ട് എന്ന് പറയുന്നത്. അപ്പോൾ ആദ്യത്തെ ഈ ഫോർമൽ ഓപ്പറേഷൻ സ്റ്റേജിലത്തെ ഫസ്റ്റ് ഡിഡക്റ്റീവ് റീസണിങ് ആണ്. ദെൻ അബ്സ്ട്രാക്ട്, പിന്നെ മെറ്റാകോഗ്നിഷൻ. നെക്സ്റ്റ് വൺ ഇസ് കോൾഡ് മെറ്റാകോഗ്നിഷൻ. മെറ്റാകോഗ്നിഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പ്രോബ്ലമൊക്കെ സോൾവ് ചെയ്യാനായിട്ടുള്ള ഒരു കഴിവാണ്. പല കാര്യങ്ങളും ചിന്തിച്ച് അവൻ്റെ ചിന്താഗതികളെ മനസ്സിലാക്കി അതനുസരിച്ച് നമ്മുടെ ചിന്താഗതികൾക്ക് ഒരു അർത്ഥം കൊടുക്കുന്നതാണ് മെറ്റാകോഗ്നിഷൻ എന്ന് പറയുന്നത്. അപ്പം ഇത് ഒരു ഇൻസൈറ്റ്ഫുൾ ലേണിംഗ് എന്ന് പറയുന്നത്. എന്തെങ്കിലും കാര്യങ്ങൾ കണ്ടു കഴിഞ്ഞു കഴിഞ്ഞാൽ ആ കാര്യത്തെ കണ്ട് അവൻ്റെ അനുഭവങ്ങളിൽ നിന്ന് എന്തോ ഒരു ഇൻസൈറ്റ് ആയിട്ട് നമ്മൾ തീരുമാനം എടുക്കാൻ സാധിക്കും. ഇൻസൈറ്റ്, ദാറ്റ് ഇസ് കോൾഡ് ഇൻസൈറ്റ്. ഇൻസൈറ്റ് എന്തെങ്കിലും അതിനെക്കുറിച്ച് ഒരു കാര്യം കണ്ട് കേട്ട് അതിനെക്കുറിച്ച്, ദാറ്റ് ഇസ് കോൾഡ് മെറ്റാകോഗ്നിഷൻ സ്റ്റേജ്. ദെൻ കുറച്ച് ഇത് വരുന്നത് സിസ്റ്റമാറ്റിക് പ്രോബ്ലം സോൾവിങ്. ദെൻ ഇറ്റ് ഈസ് കമ്മിങ് ടു സിസ്റ്റമാറ്റിക്. ഒരു പ്രശ്നത്തെ അവൻ വ്യക്തമായിട്ട് തീരുമാനങ്ങൾ എടുക്കാൻ പറ്റുന്നതാണ് സിസ്റ്റമാറ്റിക് കോഗ്നിഷൻ. പിന്നെ ഹൈപ്പോത്തറ്റിക്കോ ഡിഡക്റ്റീവ് റീസണിങ്. ഏതെങ്കിലും കോമൺ ഒരു തിയറി വെച്ചിട്ട് ഏതെങ്കിലും ഇഫ് എ ആൻഡ് ബി അങ്ങനെയൊക്കെ പറയും, അതും ഇതും ഇങ്ങനെയാണ്, അല്ലെങ്കിൽ എ ഇങ്ങനെയാണെങ്കിൽ ബി ഇങ്ങനെയാണെങ്കിൽ എയും ബിയും തമ്മിലുള്ള റിലേഷൻ ഇങ്ങനെയാണ്. ദാറ്റ് ഹൈപ്പോത്തറ്റിക്കോ ഡിഡക്റ്റീവ് റീസണിങ്. അപ്പോൾ ഇതാണ് ഈ ഫോർമൽ ഓപ്പറേഷൻ, അതായത് യു സ്റ്റേജിൽ ഡെവലപ്പ് ചെയ്യുന്ന പിഗേസ് തിയറി,
പീഷെ തിയറി, പീഷെ തിയറി ഓഫ് ഡെവലപ്മെൻറ്റ്. പീഷെ തിയറി ഓഫ് ഡെവലപ്മെൻറ്റിനകത്ത് പീഷെ പറയുന്നതാണ് പല സ്റ്റേജ്, 4 സ്റ്റേജാണ് പീഷെ പറയുന്നത്. പീഷെ പറയുന്ന 4 സ്റ്റേജിൽ സെൻസറി മോട്ടോർ സ്റ്റേജ്, അതായത് 0 to 2 years. പ്രീ ഓപ്പറേഷൻ, ഇത് സാധാരണ ഇത് പരീക്ഷയ്ക്ക് ചോദിക്കുന്ന കോഗ്നിറ്റീവ് ഡെവലപ്മെൻറ്റ് സ്റ്റേജ് ബൈ പീഷെ. പീഷയുടെ കോഗ്നിറ്റീവ് ഡെവലപ്മെൻറ്റ് സ്റ്റേജ് അതാണ്. അല്ലെങ്കിൽ എക്സ്പ്ലെയിൻ ഫോർമൽ ഓപ്പറേഷൻ സ്റ്റേജ് ബൈ പീഷയുടെ സ്റ്റേജ്. അങ്ങനെ നമ്മൾ ഇത് പറഞ്ഞ് നമ്മൾ എടുക്കാറുണ്ട്. ഇപ്പോൾ പരീക്ഷയ്ക്ക് വരുമ്പോൾ ഫോർമൽ ഓപ്പറേഷൻ സ്റ്റേജ് നമ്മൾ പഠിച്ചിരിക്കണം. അത് പ്യൂബർട്ടി സ്റ്റേജ് മുതൽ ഉള്ള 18 years വരെയാണ്. പീഷയുടെ ഡെവലപ്മെൻറ്റൽ സ്റ്റേജസ് ആണ് ഈ പറയുന്നത്. അതിനകത്ത് സെൻസറി എന്ന് പറയുന്നത് 0 to 2 years, പ്രീ ഓപ്പറേഷന് കഴിഞ്ഞാൽ 2 to 7 years, കോൺക്രീറ്റ് ഓപ്പറേഷൻ 7 to 12 years, ഫോർമൽ ഓപ്പറേഷൻ സ്റ്റേജ് 12 to 21, ദാറ്റ് ഈസ് അഡോളസൻറ്റ് സ്റ്റേജ് വരെ ആണുള്ളത്. ഫോർമൽ ഓപ്പറേഷൻ സ്റ്റേജിൽ എന്തൊക്കെയാണ് നടക്കുന്നത്? ഫസ്റ്റ് വൺ, ഡിഡക്റ്റീവ് റീസണിങ്. ഒരു കോമൺ കാര്യത്തിൽ നിന്ന് ഒരു ചെറിയ കാര്യത്തിലേക്ക് കൊണ്ടുവരിക. ദെൻ അബ്സ്ട്രാക്ട് പ്രൊപ്പോസൽസ്, ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ അബ്സ്ട്രാക്റ്റ് ആയിട്ട് അതിൻ്റെ കാര്യകാരണ സഹിതം വിശകലനം ചെയ്ത് നമ്മൾ ചിന്തിക്കേണ്ടതായിരിക്കും. പിന്നെ മെറ്റാ കോഗ്നിഷൻ, പലതിൽ നിന്ന് അല്ലെങ്കിൽ ഏതെങ്കിലും തിയറിയൊക്കെ വെച്ചിട്ട് നമ്മുടെ പല കഴിവുകളും വെച്ചിട്ട് നമുക്ക് അതിനെ ഇന്നത് കൊണ്ട് ഇങ്ങനെ എന്ന് പറഞ്ഞിട്ട് നമ്മൾ ആ ഒരു തീരുമാനം എടുക്കാൻ സാധിക്കുന്നത്. ദെൻ സിസ്റ്റമാറ്റിക് പ്രോബ്ലം സോൾവിങ് ആണ് ഫൈനൽ സ്റ്റേജ് വരുന്നത്. ഒരു പ്രശ്നത്തെ നമ്മൾ കാര്യകാരണ സഹിതം കണ്ട് അതിനെ മനസ്സിലാക്കി മുമ്പോട്ട് പോകാനും. പിന്നെ ഹൈപ്പോതെറ്റിക് ഡിസൈൻ, ഇങ്ങനെയാണെങ്കിൽ അങ്ങനെയാണ് എന്നുള്ള രീതിയിൽ അതിനെ നമ്മൾ പഠിക്കാൻ സാധിക്കാം. സ്റ്റേജസ് ഓഫ് അഡോളസൻസിന് എന്തൊക്കെയാണ് നമുക്ക് സ്റ്റേജസ് ഉണ്ട്? ഫസ്റ്റ് സ്റ്റേജ് എന്ന് പറയുന്നത് അറ്റൻഷൻ ആൻഡ് മെമ്മറി. അഡോളസൻസ് നമുക്ക് ആദ്യത്തെ ഉണ്ടാകുന്നത് അറ്റൻഷൻ സ്റ്റേജാണ്, അറ്റൻഷൻ ഉണ്ടാകുക. അപ്പം അഡോളസൻ വരുമ്പോൾ ആദ്യമായിട്ട് നമുക്കുണ്ടാകുന്ന അറ്റൻഷൻ ആൻഡ് മെമ്മറി. അപ്പം ഒന്ന്, നമ്മൾ ഏതെങ്കിലും കാര്യത്തെക്കുറിച്ച് നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്യാൻ സാധിക്കുക. ആ കോൺസെൻട്രേറ്റ് ചെയ്യുന്ന സാധിച്ചെങ്കിൽ നമ്മൾ ഓർമ്മ വെക്കാനായിട്ട് നമുക്ക് സാധിക്കും. ദാറ്റ് ഇസ് അറ്റൻഷൻ ആൻഡ് മെമ്മറിയാണ്. ദെൻ കോഗ്നിറ്റീവ് ഇതാണ്. അപ്പോൾ ഇത് മെറ്റാ കോഗ്നിഷൻ പറയുന്ന പോലെയാണ്. നമ്മൾ തന്നെ നമ്മുടേതായ പഠനം കൊണ്ട് അനുഭവങ്ങൾ കൊണ്ട് നമുക്ക് ഒരു സെൽഫ് റെഗുലേഷൻ, നിയമങ്ങൾ ഉണ്ടാക്കുന്നതാണ്. അപ്പോൾ അറ്റൻഷൻ മെമ്മറിയൊക്കെ നമുക്ക് കൂടും. നമ്മുടെ അനുഭവത്തിൽ നിന്ന് നമ്മുടെ നിയമങ്ങളുണ്ടാക്കും. പിന്നെ ഏതെങ്കിലും ഒരു സംഗതി വന്ന് അതിനെ പ്രോസസ്സിങ് ചെയ്യുക. നമ്മൾ തീരുമാനം എടുക്കുന്നതിന് മുമ്പ് അതിനെ പ്രോസസ്സ് ചെയ്തെല്ലാം ചെയ്യാം. ഏതെങ്കിലും പുതിയ കാര്യങ്ങൾ കണ്ടുപിടിക്കുക, പുതിയ ഇത് ചെയ്യുക, അത് ഇന്ന രീതിയിലാണെന്ന് പറഞ്ഞ് ചെയ്യുക. ദാറ്റ് ഇസ് കോൾഡ് പ്രോസസ്സിങ് കപ്പാസിറ്റി. ദെൻ എമോഷണൽ ഡെവലപ്മെൻറ്റ്. ഫസ്റ്റ് വൺ ഇസ് ദ ബോഡി ഇമേജാണ്. ഏറ്റവും കൂടുതൽ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത് ഈ യൂത്തിൽ ബോഡി ഇമേജിനെ കുറിച്ചാണ്. ലാക്ക് ഓഫ് ബോഡി ഇമേജ് എന്ന് പറയുന്നത് സെൽഫ് കോൺഫിഡൻസിനെ എപ്പോഴും കയറി ബാധിക്കുന്നതാണ്. ഒരു ബോഡി ഇമേജ്, നമ്മുടെ ശരീരത്തെക്കുറിച്ച് നമ്മുടെ ധാരണ. അപ്പോൾ ഈ ഡെവലപ്മെൻറ്റ് സ്റ്റേജിൽ എന്താണെന്ന് പറഞ്ഞാൽ ഫ്രണ്ട്സിൻ്റെ ഇൻഫ്ലുവൻസ് ആണ് കൂടുതൽ വരുന്നത്. ഫാമിലി, അത് അഡോളസൻസ് യൂത്തിലേക്ക് പോകുന്ന സമയത്ത് മെയിനായിട്ട് എന്താ വെച്ചാൽ കുടുംബത്തിൽ നിന്നുള്ള നമ്മുടെ റിലേഷൻഷിപ്പ് നമ്മൾ മാറ്റിയിട്ട് പിയർ ഗ്രൂപ്പ്സിലേക്ക് നമ്മുടെ റിലേഷൻഷിപ്പ് പോവുകയാണ്. അപ്പം കൂടുതലും യൂത്ത് ആകുന്ന സമയത്ത് ആ റിലേഷൻഷിപ്പിനകത്തുണ്ടാകുന്ന ഒരു ചെറിയ പ്രശ്നം എന്ന് പറയുന്നത് നമ്മൾ കൂടുതലും ഇപ്പോൾ അച്ഛനും അമ്മ പറയുന്നതിനെക്കാട്ടും കൂടുതൽ അഡോളസൻസ് സ്റ്റേജിൽ നമ്മൾ അല്ലെങ്കിൽ യൂത്ത് സ്റ്റേജിൽ നമ്മുടെ ഫ്രണ്ട്സ് പറയുന്നതാണ്. അപ്പം ദേ ഹാവ് എ റിയൽ സേ. നമ്മുടെ കൂട്ടുകാർക്കാണ് നമ്മളെക്കുറിച്ച് എന്തെങ്കിലും പറയാനോ ഇൻഫ്ലുവൻസ് ചെയ്യാനായിട്ടുള്ള കഴിവ്. ആ കഴിവ് എന്ന് പറയുന്നതുകൊണ്ട് ഈ സ്റ്റേജസിൽ, അതായത് അഡോളസൻസ് സ്റ്റേജിൽ ഫാമിലി റിലേഷൻഷിപ്പ് കുറയുകയും പിയർ ഗ്രൂപ്പ് റിലേഷൻഷിപ്പ് കൂടുകയും ചെയ്യും, ഫ്രണ്ട്സിൻ്റെ ഇൻഫ്ലുവൻസ് കൂടുകയും ചെയ്യും. അപ്പോൾ ഇവിടെ ആദ്യം നമ്മൾ നേരിടുന്ന ഒരു പ്രശ്നം എമോഷണൽ ഡെവലപ്മെൻറ്റിൽ ബോഡി ഇമേജാണ്. അപ്പം നമുക്ക് എപ്പോഴും നമ്മൾ എന്തെങ്കിലും ഒരു നെഗറ്റീവ് ഇമേജാണ് നമുക്കുണ്ടായിരിക്കും, എക്സ്പീരിയൻസ് ആണ് നമുക്കുണ്ടായിരിക്കും, നമ്മുടെ ബോഡി ഇമേജ് നെഗറ്റീവായിരിക്കും. ഇപ്പം പ്രത്യേകിച്ച് അമ്മ പറയാം നിന്നെ കാണാൻ കൊള്ളുകയില്ല, അല്ലെങ്കിൽ ഫ്രണ്ട്സ് പറയാം നിന്നെ കാണാൻ കൊള്ളുകയില്ല, നിനക്ക് സൗന്ദര്യമില്ല, നിൻ്റെ അത് കുറവാണ്, ഇപ്പം നിൻ്റെ മുടി കുറവാണ്, അല്ലെങ്കിൽ മുടി കൂടുതലാണ്, അല്ലെങ്കിൽ നിൻ്റെ പല്ല് കൊള്ളുകയില്ല, നിന്നെ കാണാൻ കൊല്ലുക, നിൻ്റെ നിറം കൊള്ളുകയില്ല, അങ്ങനെയൊക്കെ നമ്മൾ പറയുമ്പോൾ ദാറ്റ് ഈസ് കോൾഡ് നെഗറ്റീവ് ബോഡി ഇമേജ്. ആ ബോഡി ഇമേജ് എപ്പോഴും യൂത്തിന് വലിയൊരു പ്രശ്നം ഉണ്ടാക്കുന്ന സംഗതിയാണ് ബോഡി ഇമേജ് എന്ന് പറയുന്നത്.
അപ്പോൾ ഒരു പോസിറ്റീവ് ബോഡി ഇമേജ് നമ്മൾ ഈ സ്റ്റേജ് യൂത്തിൻ്റെ ഡെവലപ്മെൻറ്റ് സ്റ്റേജിൽ ഉണ്ടാക്കാൻ നമ്മൾ ശ്രമിക്കണം. ദെൻ പിയർ റിലേഷൻഷിപ്പ്, പിയർ ഗ്രൂപ്പ് റിലേഷൻഷിപ്പ് ഷുഡ് ബി പോസിറ്റീവ്. നല്ല ആൾക്കാരുമായിട്ട് നമ്മൾ കൂടി നല്ല കാര്യങ്ങൾ പറഞ്ഞ് നമ്മളെ മനസ്സിലാക്കി എടുത്തില്ല എന്നുണ്ടെങ്കിൽ ആ റിലേഷൻഷിപ്പ് അത് നെഗറ്റീവായിട്ട് ബാധിക്കും. സോ ഓൾവേസ് ഒരു പോസിറ്റീവായിട്ടുള്ള പിയർ ഗ്രൂപ്പ് റിലേഷൻഷിപ്പ് വേണം. പിന്നെ ദെൻ ദ പാരൻറ്റ് ചൈൽഡ് റിലേഷൻഷിപ്പ്. ഇപ്പം ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ പോലും പാരൻറ്റിൻ്റെ ചൈൽഡുമായിട്ടുള്ള റിലേഷൻഷിപ്പ് ദറ്റ് ഈസ് അനദർ ഇമ്പോർട്ടൻറ്റ് ഫാക്ടർ. അതൊരിക്കലും യൂത്ത് ആയിക്കൊണ്ട് വിടാൻ പാടില്ല. പലപ്പോഴും കാണുന്ന യൂത്ത് ആകുമ്പോഴത്തേക്ക് അവർ തമ്മിലുള്ള റിലേഷൻഷിപ്പിന് വ്യത്യാസം വരും. കൂടുതൽ നമ്മൾ ഫ്രണ്ട്സുമായിട്ടൊരു ഇതുണ്ടാകും. പക്ഷേ ഈ റിലേഷൻഷിപ്പ് ഇറ്റ്സ് വെരി വെരി ഇമ്പോർട്ടൻറ്റ്. ഈ സമയത്ത് എന്ന് വെച്ചാൽ കുട്ടികളുടെ പ്രശ്നങ്ങൾ എന്താ നമ്മൾ ഇരുന്ന് കേൾക്കുക, പറയുന്നത് ചിലപ്പം ആവശ്യമില്ലാത്ത കാര്യങ്ങളായിരിക്കും, ചിലപ്പോൾ ആവശ്യമുള്ള കാര്യത്തില്ല. ആവശ്യമില്ലാത്ത കാര്യങ്ങൾ നമുക്കാണ് തോന്നുന്നത്. കുട്ടിയെ സംബന്ധിച്ചിടത്തോളം അവൻ അച്ഛനും അമ്മയോടും പറയുന്ന കാര്യങ്ങൾ അവൻ ആവശ്യമുള്ളതാണ്. അത് നമ്മൾ കേട്ടിട്ട് എവിടെയൊക്കെയാണ് കറക്ഷൻ വരുത്തേണ്ടത് എന്നുള്ളതിനെ കുറിച്ച് നമുക്ക് ചെയ്യാം. ഏതൊക്കെയാണ് അവൻ്റെ പിയർ ഗ്രൂപ്പ്സിൻ്റെ റിലേഷൻഷിപ്പ് എന്നാണ് നമ്മൾ മനസ്സിലാക്കി, ഏത് ഫ്രണ്ട്സൊക്കെയാണ് ഫ്രണ്ട്സ് നമ്മൾ കറക്റ്റ് ചെയ്യാം. ഇത്രയും കാര്യങ്ങൾ നമ്മൾ യൂത്തിനകത്ത് നമ്മൾ ചെയ്യണം. പിന്നെ യൂത്തിൻ്റെ ഡെവലപ്മെൻറ്റ് ഓരോ ഭാഗങ്ങൾ വരിക. എങ്ങനെയാണ് അവൻ്റെ ഡെവലപ്മെൻറ്റ് വരിക? ഈ റിലേഷൻഷിപ്പൊക്കെ ഉണ്ടാകുമ്പോൾ നമ്മൾ പല രീതിയിലുള്ള ഡെവലപ്മെൻറ്റാണ് ഉണ്ടാകുന്നത്. ഒന്ന് മോറൽ ഡെവലപ്മെൻറ്റ്, മോറൽ ഡെവലപ്മെൻറ്റ്. കാരണം ആൾക്കാരുമായിട്ട് ചേരുക, എന്താണ് എൻ്റെ ജോലി എന്നുള്ളതിനെക്കുറിച്ച് മനസ്സിലാക്കുക, എൻ്റെ സമൂഹത്തോട് എൻ്റെ കടമ എന്താണ്, എങ്ങനെയാണ് സമൂഹത്തിൻ്റെ നിയമങ്ങളെ ഞാൻ പാലിക്കേണ്ടത്, ഏതൊക്കെ രീതിയിലാണ് സമൂഹത്തിന് ഞാൻ റെസ്പെക്റ്റ് ചെയ്യേണ്ടത്, എന്തൊക്കെയാണ് സമൂഹത്തിന് എനിക്കിന്ന് കിട്ടാൻ സാധിക്കുക. ദാറ്റ് ഇസ് കോൾഡ് ദ മോറൽ വാല്യൂസ്. സമൂഹത്തിൻ്റെ നിയമങ്ങൾ നമ്മൾ നോക്കണം. സ്വന്തമായിട്ട് കാര്യങ്ങൾ ചെയ്യാനുള്ള ശ്രമിക്കണം. ഇതൊക്കെയാണ് നമ്മൾ മോറൽ വാല്യൂസ് എന്ന് പറയുന്നത്. പിന്നെ ഡെവലപ്മെൻറ്റ് ആസ്പെക്ട്സ്, എന്തൊക്കെയാണ് നമ്മൾ ഡെവലപ്മെൻറ്റ് ചെയ്യുന്നത്, ഏർലി അഡോളസൻസ് എന്തൊക്കെയാണ് ഡെവലപ്പ് ചെയ്യുന്നത്. അപ്പം ഈ ഡെവലപ്മെൻറ്റ് സ്റ്റേജസ് എന്തൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നുണ്ട്, നമ്മുടെ ശരീരത്തിൻ്റെ വ്യത്യാസം, ആൾക്കാരുമായിട്ട് എങ്ങനെ നമ്മൾ ഇടപെടുന്നുണ്ട്, നമ്മൾ എങ്ങനെ നമ്മുടെ മാറ്റത്തെ നമ്മൾ ഉൾക്കൊള്ളുന്നു, ഇതൊക്കെയാണ് ഉള്ളത്. പിന്നെ ഫിസിക്കൽ ഡെവലപ്മെൻറ്റ് ഓൾറെഡി നമ്മൾ പറഞ്ഞു. പിന്നെ ഇതിനകത്ത് പിന്നുള്ള ഡെവലപ്മെൻറ്റ് സെക്ഷൽ ഡെവലപ്മെൻ്റ് ആണ്. സെക്ഷൽ ഡെവലപ്മെൻറ്റ് ഇസ് വെരി വെരി ഇമ്പോർട്ടൻറ്റ്. ഒരു ഫിസിയോളജിക്കൽ ഡെവലപ്മെൻറ്റ് ആണെങ്കിൽ പോലും ഇത് ഉൾക്കൊള്ളാനായിട്ടുള്ള പലപ്പോഴും ബുദ്ധിമുട്ടുകളുണ്ടാകും സെക്ഷൽ ഡെവലപ്മെൻറ്റ്. പിന്നെ എന്താണ് സെക്സ്, എന്താണ് കാര്യങ്ങൾ, എന്താണ് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, ഏതൊക്കെയാണ് ഇതിനകത്ത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്, വാട്ട് ഇസ് ഒരു പോസിറ്റീവ് ആയിട്ടുള്ള ഒരു സെക്ഷൽ റിലേഷൻഷിപ്പ് എന്നത്, വാട്ട് ഇസ് ദ യൂസ് ഓഫ് ദ സെക്സ് റിലേഷൻഷിപ്പ്, ഇതിനെക്കുറിച്ചെല്ലാം ഇതാണ് സെക്ഷൽ ഡെവലപ്മെൻറ്റ് സ്റ്റേജ് നമ്മൾ പഠിക്കേണ്ടത്. ഇത് പഠിച്ചില്ല എന്നുണ്ടെങ്കിൽ ഇറ്റ് വിൽ ഓൾവേസ് അഫക്ട് ദ ബിഹേവിയർ, ദ യൂത്ത് പഠിക്കും. കാരണം തെറ്റായ രീതിയിലേക്ക് പോകാനുള്ള ഈ സമയത്താണ് കൂടുതലും ഫോൺ അഡിക്ഷൻസ് ഉണ്ടാകുക, സെക്ഷലായിട്ട് ബിഹേവിയർ മോശമായിട്ട് വരിക, തെറ്റായ ധാരണകൾ ഉണ്ടാകുമ്പോൾ അതിനെക്കുറിച്ചുള്ള തെറ്റിദ്ധാരണകൾ നമുക്കുണ്ടാകുക. ഈവൻ ഇപ്പം നമ്മൾ മസ്ബേറ്റ് ചെയ്യുന്നതാണ് ശരിയാണോ തെറ്റാണോ, അത് ചെയ്യണോ വേണ്ടയോ, അത് റിലീജിയൻ അനുസരിച്ച് തെറ്റാണോ, റിലീജിയൻ അനുസരിച്ച് ശരിയാണോ, ഇതിങ്ങനെ ചെയ്താൽ പാപമാണോ, അല്ലെ ഇതുകൊണ്ട് ശരീരത്തിനുണ്ടാകുന്ന ദോഷം എന്താണ്. ഈ സെക്ഷൽ ഡെവലപ്മെൻറ്റ് ഈ കാര്യങ്ങളെക്കുറിച്ചൊക്കെ നമ്മൾ വ്യക്തമായ ധാരണകൾ കുട്ടികളുണ്ടായിരിക്കണം. അല്ലെങ്കിൽ ഇറ്റ് വിൽ അഫക്റ്റ് ദ ബിഹേവിയർ, ദ പേഴ്സണാലിറ്റി ഓഫ് ദാറ്റ് പേഴ്സൺ. ഇപ്പോൾ കോഗ്നേറ്റീവ് അവിടെ തിങ്കിങ്, കാരണം പലപ്പോഴും ഇവിടെ തിങ്കിങ്ങിനൊക്കെ ഭയങ്കര പ്രശ്നം. പലതും ശരിയാണ് തെറ്റാണ്, അതെങ്ങനെ വരും, അബ്സ്ട്രാക്ട് തിങ്കിങ് എങ്ങനെ വരും, ക്രിയേറ്റീവ് തിങ്കിങ് എങ്ങനെ വേണ്ടി വരും, കാരണം എന്തൊക്കെയാണ് നമ്മൾ ചെയ്യുന്നത്, എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യേണ്ടാത്തത്, ഏതൊക്കെ കാര്യങ്ങൾ നമുക്ക് വേണം. ദാറ്റ് ഈസ് കോൾഡ് ദ കോഗ്നിറ്റീവ് ഡെവലപ്മെൻറ്റൽ പ്രോബ്ലംസ്. പിന്നെ എമോഷൻ, വൈകാരികമായിട്ട് കൂടുതൽ എമോഷൻസിനെ കൺട്രോൾ ചെയ്യാൻ പഠിക്കുക. കൂടുതൽ എമോഷൻസ് എന്താണെന്ന് മനസ്സിലാക്കുക, ഏതൊക്കെ രീതിയിലാണ് എമോഷൻസ് വരുന്നത്. ദാറ്റ് ഈസ് എമോഷണൽ ഡെവലപ്മെൻറ്റ്. ഇല്ലെങ്കിൽ ഇറ്റ് വിൽ അഫക്ട് ദ ഡെവലപ്മെൻറ്റ് ഓഫ് ദ ചൈൽഡ്, അഡോളസൻസ് സ്റ്റേജിൽ വരുന്നത്. പിന്നെ എങ്ങനെ ഹൗ വി ക്യാൻ ബിൽഡ് ദ ക്ലോസ് റിലേഷൻഷിപ്പ്, എന്താണ് ഒരു പോസിറ്റീവ് തരത്തിലുള്ള റിലേഷൻഷിപ്പാണ്, അതാണ് എങ്ങനെയാണ് നമ്മൾ കാണുന്നത്, ഏതൊക്കെ രീതിയിലാണ് ലവ് ഉണ്ട്. അത് പ്രത്യേകിച്ച് ഈ പ്രായത്തിൽ സ്നേഹിക്കാനും സ്നേഹിക്കപ്പെടാനും ഒക്കെയുള്ള ആഗ്രഹം ഭയങ്കര കൂടുതലാണ്. അപ്പോൾ എങ്ങനെയാണ് ഒരു റിലേഷൻഷിപ്പ് ഉണ്ടാകും, ഒരു പോസിറ്റീവ് റിലേഷൻഷിപ്പ്, എങ്ങനെ നമുക്ക് സ്നേഹിക്കാം, എങ്ങനെ നമുക്ക് സ്നേഹം കിട്ടാം, വാട്ട് ഈസ് അവർ നീഡ് ഇൻ ദ യൂത്ത്, എന്തൊക്കെയാണ് നമ്മുടെ ആവശ്യം,
ഏതൊക്കെ രീതിയിലാണ് നമ്മൾ പേഴ്സണൽ റിലേഷൻഷിപ്പുകളൊക്കെ, ഏത് ലെവൽ വരെ നമുക്ക് പേഴ്സണൽ റിലേഷൻഷിപ്പ് കൊണ്ടുപോകാം, ഇതൊക്കെയാണ് നമ്മൾ ഈ ക്ലോസ് റിലേഷൻഷിപ്പിനകത്ത് ഉണ്ടാകുന്നത്. അപ്പം പലപ്പോഴും നമ്മൾ തെറ്റായ രീതിയിൽ ഈ പ്രായത്തിൽ, അതായത് ഈ യൂത്ത് സ്റ്റേജിൽ തെറ്റായ രീതിയിലേക്ക് പോകുന്ന കുട്ടികളാണ് പലപ്പോഴും പ്രശ്നങ്ങളുണ്ടാകുന്നത്. അപ്പം ഇത് നീഡ്, ഇറ്റ്സ് എ സൈക്കോളജിക്കൽ ആൻഡ് ഫിസിയോളജിക്കൽ നീഡാണ്. സ്നേഹിക്കാനും സ്നേഹിക്കപ്പെടാനുമുള്ള ആഗ്രഹം. അത് എങ്ങനെ ഒരു കുട്ടിയെ ബാധിക്കുന്നു, അതെങ്ങനെ ഡെവലപ്മെൻറ്റ്, ദാറ്റ് ഇസ് കോൾഡ് എമോഷണൽ ഡെവലപ്മെൻറ്റ്. പിന്നെ പലപ്പോഴും ഈ സമയത്ത് അനുഭവപ്പെടുന്ന ഫ്രണ്ട്ഷിപ്പ്, നല്ലൊരു ഫ്രണ്ട്ഷിപ്പ് ഉണ്ടായില്ലെങ്കിൽ ദ മെയിൻ പ്രോബ്ലം ദ ചൈൽഡ് ഈസ് ഫേസിങ് ഈസ് ലോൺലെസ്, ഒറ്റപ്പെടൽ. യൂത്തിന് ഏറ്റവും വലിയ അടുത്തൊരു പ്രശ്നമുണ്ട്, ഒറ്റപ്പെടലെന്ന് പറയും, ലോൺലെസ് ഉണ്ടാകും. അപ്പോൾ അങ്ങനെയുള്ള സമയത്താണ് കൂടുതലും ഒരു സൂയിസൈഡ് തോട്ട്സ്, സൂയിസൈഡ് ബിഹേവിയറൊക്കെ കുട്ടികളുണ്ടാകും. ഒറ്റപ്പെടുന്നു ആ യൂത്ത് ആകുന്ന സമയത്ത് ഒറ്റപ്പെടുന്നു എന്നുള്ള തോന്നൽ വന്നു കഴിഞ്ഞാൽ കുട്ടിക്ക് സമൂഹത്തോടുള്ള അപ്രോച്ച് വളരെ മോശമായി പോകും. അപ്പം അച്ഛനും അമ്മയും പിയർ ഗ്രൂപ്പ്സും എല്ലാം സ്നേഹിക്കാനും സ്നേഹിക്കപ്പെടാനും ഉള്ളത്. അതുകൊണ്ടാണ് പലപ്പോഴും ഇത് നടക്കാതെ വരുമ്പോഴാണ് കുട്ടികൾ തെറ്റായ മാർഗത്തിലേക്ക് പോവുക. പ്യുവർ റിലേഷൻഷിപ്പ് ഓർ റോങ് റിലേഷൻഷിപ്പ് ഇടുക, സൈക്കോളജിക്കലി പ്രോബ്ലംസ് ഉണ്ടാകുക, റിലേഷൻഷിപ്പ് നഷ്ടപ്പെട്ടു പോവുക. പിന്നെ ഇവിടുന്ന് ആൽക്കഹോൾ അല്ലെങ്കിൽ ഡ്രഗ് അഡിക്ഷൻ, സ്മോക്കിംഗ്, ഡീവിയൻ ബിഹേവിയർ, ഇതിന് നിയമത്തിന് എഗൻസ്റ്റായിട്ട് നമ്മൾ ചെയ്യും, അങ്ങനെയൊക്കെയുള്ള സ്വഭാവങ്ങൾ വരുന്നു. ദെൻ ദേ വിൽ ഗോ ടു ഡിപ്രഷൻ, ദർ ഇസ് എ ഹൈ ചാൻസ് ഓഫ് കമ്മിറ്റിംഗ് സൂയിസൈഡ്. ഡിപ്രഷനിലേക്ക് വന്ന് സൈക്കാട്രിക് ആൻഡ് സൈക്കോളജിക്കൽ പ്രോബ്ലം ഉണ്ടാകാനുള്ള സാധ്യതകൾ. അവിടെയാണ് ലോൺലെസ് ഉണ്ടാകുകയും സമൂഹത്തിൽ നിന്ന് കുട്ടി ഒറ്റപ്പെട്ടു പോവുകയും അൺഹെൽത്തി ആയിട്ടുള്ള യൂത്ത് സ്റ്റേജ് ഉണ്ടാകുക, കുട്ടിയുടെ ജീവിതം തകർന്നു പോവുക. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഇതിൻ്റെ ഇൻട്രൊഡക്ഷനായിട്ട് നമ്മൾ പറയാം. അപ്പോൾ യൂത്തിൻ്റെ ഡെവലപ്മെൻറ്റ് സ്റ്റേജ് എന്ന് പറയുന്നത് നമ്മൾ ആദ്യം നമ്മൾ മനസ്സിലാക്കുക. യൂത്ത് എന്ന് പറയുന്നത് പ്രായപൂർത്തിയാകുന്നതിന് ഇതിൻ്റെ ഇടയ്ക്കുള്ള സംഖ്യ. എന്നാൽ അവർ ഇവിടുന്ന് വിട്ടുപോയി അവിടെ ചെന്നിട്ടില്ല. അപ്പം ഡെവലപ്മെൻറ്റ് സ്റ്റേജസ് 3ആയിട്ടാണ് നമ്മൾ തരംതിരിച്ചിരിക്കുന്നത്. ഡെവലപ്മെൻറ്റ് സൈക്കോളജി 0 to 21 years, 21 to 60 years, 60+ എന്ന് ഓൾഡ് ഏജ് ആണ്. അപ്പം മെയിൻ യൂത്തിനെ എന്ന് വെച്ചാൽ ഓൾമോസ്റ്റ് 20% ഓഫ് ദ പോപ്പുലേഷൻ ഇൻ ഇന്ത്യ ഈസ് യൂത്ത്, ആൻഡ് ഓൾമോസ്റ്റ് ദ വേൾഡ് ദ യൂത്ത്സ് ആർ വെരി വെരി ഇമ്പോർട്ടൻറ്റ്. കാരണം അവരാണ് വളർന്നു വരുന്നത്, ചെറുപ്പക്കാർ അവർ വളർന്നു വരുന്നത്, അവരാണ് നമ്മുടെ രാജ്യത്തിൻ്റെ ലോകത്തിൻ്റെ ചുക്കാൻ പിടിക്കാൻ ആൾക്കാർ. അപ്പം അവിടെയാണ് നമ്മൾ ഈ പ്രോബ്ലങ്ങൾ മനസ്സിലാക്കി നമ്മൾ ചെയ്യേണ്ടത്. കാരണം അതുകൊണ്ടാണ് ഈ യൂത്തിന് ഇത്രയും ഇമ്പോർട്ടൻസ് നമ്മൾ കൊടുത്ത് നമ്മൾ പഠിക്കുന്നത്. യൂത്ത്, ജെൻഡർ ആൻഡ് ഐഡൻറ്റിറ്റി. അപ്പോൾ ഒന്നുകൂടെ നമുക്കൊന്ന് നോക്കാം. യൂത്ത് എന്ന് പറയുന്ന ഇതൊരു ഇംഗ്ലീഷ് വേർഡാണ്, പഴയ ഇംഗ്ലീഷ് വേർഡാണ്. ഗ്യാങ് എന്ന് പറയുന്ന ഒരു ഇംഗ്ലീഷ് വേർഡാണ്. ദാറ്റ് മീൻസ് യൂത്ത്, യങ്, റീസൺ, ഫ്രഷ് എന്നാണ് ഇത് പറയുന്നത്. അത് സാൻസ്ക്രിറ്റ് വേർഡിൽ യുവാൻ എന്ന് പറയും. യൂത്ത് എന്ന് പറയുന്നത് യുവാൻ എന്ന് വെച്ചാൽ യങ് എന്നുള്ള ഉദ്ദേശമാണ്. ഓക്സ്ഫോർഡ് ഡിക്ഷണറി എന്ന് പറയുന്ന അഡോളസൻസിന് തൊട്ട് മുമ്പുള്ള സ്റ്റേജാണ് യൂത്ത് സ്റ്റേജ് എന്ന് പറയുന്നത്. പിന്നെ ഇസ് നോട്ട് അറ്റ് യൂത്ത് എന്ന് പറയുന്നത് അവർ മച്ചുവർ ആയിട്ടില്ല എന്ന് പറഞ്ഞു. അഡൽട്ട് എന്ന് പറഞ്ഞാൽ മച്ചുവറായി എന്ന് പറയും, നമ്മൾ പറയുന്നു. ബീയിങ് ദ പ്രോസസ്, അവർ എന്തെങ്കിലും ആകാൻ ശ്രമിക്കുന്നവരാണ്. അഡൽട്ട് എന്തെങ്കിലും ആയവരാണ്. ഇവർക്ക് പവർലെസ് ഇല്ല, വണ്ണറബിൾ, പെട്ടെന്ന് വളരെ സെൻസിറ്റീവ് ആയിട്ടുള്ള ആൾക്കാരാണ്. അഡൽട്ട് എന്ന് പറയുന്നത് സെൻസിറ്റീവ് ആയിട്ടുള്ള, അവർ കാര്യങ്ങൾ തീരുമാനിക്കാൻ കഴിവുള്ള ആൾക്കാരാണ്. ഇവർ റെസ്പോൺസിബിൾ അല്ല. യൂത്ത്സ് അഡൽട്ട് ആർ വെരി റെസ്പോൺസിബിൾ. അവർക്ക് കാര്യങ്ങൾ എടുക്കാനും തീരുമാനം എടുക്കാനുള്ള കഴിവുണ്ടെന്നുള്ളതാണ്. ഓപ്പൺ ടു ന്യൂ അവർ പുതിയ പുതിയ കാര്യങ്ങൾ കണ്ടുപിടിക്കാൻ ശ്രമിക്കുമ്പോൾ അവർ ചിന്തിച്ച കാര്യങ്ങൾ വളരെ ചിന്തിക്കുന്ന കാര്യങ്ങൾ നടപ്പാക്കാൻ വേണ്ടിയാണ് അഡൽട്ട് ശ്രമിക്കുക. ഇവർ ഡിപ്പെൻഡൻ്റ് ഓൾമോസ്റ്റ് ഇറ്റ് ഈസ് ദ യൂത്ത്സ് ആർ ഡിപ്പെൻഡൻറ്റ് ആൻഡ് അഡൽട്ട് ആർ ഇൻഡിപെൻഡൻറ്റ്. പിന്നെ സോഷ്യോ കൾച്ചറൽ പെർസ്പെക്റ്റീവ് 5 ഇതാണ്. മൈക്രോ സിസ്റ്റം, മെസോ സിസ്റ്റം, എക്സോ സിസ്റ്റം, മാക്രോ സിസ്റ്റം ആൻഡ് ക്രോണോ സിസ്റ്റം. അപ്പോൾ ഒന്ന് ഫാമിലിയും ഫ്രണ്ട്സും ഒക്കെ ഏർപ്പെടുക. സെക്കൻഡ് ഇവർ തമ്മിലുള്ള റിലേഷനുകളാണ് മെസോ സിസ്റ്റം. ദെൻ സൊസൈറ്റിയും ഈ വളർന്നു വരുന്ന സിസ്റ്റമായിട്ടുള്ള മറ്റേ മെസോ സിസ്റ്റം, മൈക്രോ സിസ്റ്റമായിട്ടുള്ള എക്സോ സിസ്റ്റം. പിന്നെ മാക്രോ സിസ്റ്റം എന്ന് പറഞ്ഞാൽ കൾച്ചറുമായിട്ട് റിലേറ്റഡ് ആണ്, കൂടുതൽ അവർ ബേസ്ഡ് ആണ് കൾച്ചറാണ്. ക്രോമോ സിസ്റ്റം കൺസെപ്റ്റ് ആണ് എൻവോൺമെൻറ്റ്, സമയം, ആ ട്രാൻസിഷൻ പീരീഡും ഇതെല്ലാം കൂടെ വെച്ചിട്ടുള്ളതാണ് ക്രോണോ സിസ്റ്റം എന്ന് പറയുന്നത്.
ദെൻ എക്കണോമിക് പെർസ്പെക്റ്റീവ്. ഇതെന്താണ്? യൂത്തിന് എക്കണോമിക് 2 തരത്തിലുള്ള പെർസ്പെക്റ്റീവ്സ് ആണ് പറഞ്ഞിരിക്കുന്നത്. ഒന്ന്, എങ്ങനെ ഇവരെ സമൂഹത്തിന് ഗുണകരമാക്കി തക്കവണ്ണം കൊണ്ടുവരാം, ഇൻഡിപെൻഡൻ്റ് ആയിട്ട് ഇവർക്ക് നിൽക്കാം, ഇൻഡിപെൻഡൻ്റ് ആയിട്ട് കാര്യങ്ങൾ ചെയ്യാം. ഇതൊക്കെ എന്തായിട്ട് എക്കണോമിക് പെർസ്പെക്റ്റീവ്. ദെൻ ലീഗൽ, നിയമപരമായിട്ട് ഇവരുടെ അവകാശങ്ങൾ, ഇവരുടെ പ്രശ്നങ്ങൾ, ഇവരെ എങ്ങനെ സംരക്ഷിക്കാം, അതാണ് ലീഗൽ പെർസ്പെക്റ്റീവ്സ് ഓഫ് യൂത്ത്. പിന്നെ ജെയിംസ് ലാങ് ഐഡൻറ്റിറ്റി ഡിഫ്യൂഷനാണ്, ഞാൻ എന്ത് ചെയ്യും എങ്ങനെയാണെന്ന് ആ ചോദ്യമാണ്. ദെൻ നെക്സ്റ്റ് വൺ ഇസ് ഐഡൻറ്റിറ്റി ഫോഴ്സ് ക്ലോഷർ, ദെൻ ഐഡൻറ്റിറ്റി മൊറട്ടോറിയം. ഇത് പാരൻസൊക്കെ ഐഡൻറ്റിറ്റി മൊറട്ടോറിയം എന്ന് പറയുമ്പോൾ ആലോചിച്ച് നോക്കുക, പാരൻസൊക്കെ നമ്മൾ ചെയ്തിട്ട് അവരെന്ത് ചെയ്യണം, ഏത് ചെയ്യണം എന്നുള്ള ഒരു ഇൻഫ്ലുവൻസ് ഉണ്ടായിട്ട് പലതും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയാണ് നമ്മൾ ഐഡൻറ്റിറ്റി മൊറട്ടോറിയം എന്ന് പറയുന്നത്. ദെൻ ഐഡൻറ്റിറ്റി അച്ചീവ്മെൻറ്റ്, നമ്മൾ എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്തെടുക്കുക, ആ ചെയ്ത് അവിടെ അച്ചീവ്മെൻറ്റിലേക്ക് എത്തുക, അത് ചെയ്യേണ്ട എന്താണ്, എൻ്റെ ഗോൾ മനസ്സിലാക്കി ചെയ്യുന്നതാണ് അച്ചീവ്മെൻറ്റ് എന്ന് പറയുന്നത്. ദെൻ എറിക്സൺസ് തിയറി, ആദ്യത്തെ തിയറിയാണ് ഐഡൻറ്റിറ്റി വേഴ്സസ് ഐഡൻറ്റിറ്റി കൺഫ്യൂഷൻ എന്ന് പറയുന്ന അഡോളസൻസ് ഉണ്ടാകുന്ന എന്തെങ്കിലും കാര്യം ചെയ്യാനോ എടുക്കാനോ പിടിക്കാനോ ചെയ്യുന്ന സമയത്ത് ചെയ്യാൻ പറ്റില്ല, അല്ലെ അതിങ്ങനെയാണ് എന്നുള്ള കൺഫ്യൂഷൻ ഉണ്ടാകുക, ചെയ്യാൻ പറ്റാത്ത ഒരു ഐഡൻറ്റിറ്റി ലൂസ് ചെയ്യുക, ഐഡൻറ്റിറ്റി വേഴ്സസ് ഐഡൻറ്റിറ്റി കൺഫ്യൂഷൻ. ഇത് ഇൻറ്റിമസി വേഴ്സസ് ഐസൊലേഷൻ അടുത്ത സ്റ്റേജിലേക്കാണ്. ഇത് 5ഉം 6ഉം എറിക്സൻ്റെ 5, 6 സ്റ്റേജുകളുടെ ഡെവലപ്മെൻറ്റ് സ്റ്റേജസിൽ 5ഉം 6ഉം സ്റ്റേജുകളിൽ ആദ്യത്തെ ഐഡൻറ്റിറ്റി വേഴ്സസ് ഐഡൻറ്റിറ്റി ക്രൈസിസ് കൺഫ്യൂഷനാണ്. ദെൻ ഇൻറ്റിമസി വേഴ്സസ് ഐസൊലേഷനാണ്. ദെൻ ഇൻഡിക്കേറ്റേഴ്സ് ഓഫ് ഐഡൻറ്റിറ്റി, ആദ്യത്തേത് കാസ്റ്റാണ്, ദെൻ ക്ലാസ്, ദെൻ ജെൻഡർ, ദെൻ റിലീജിയൻ, ദെൻ എത്തനിസിറ്റി. എത്തനിസിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എവിടേക്കാണ്, നമ്മൾ മഹാരാഷ്ട്രനായിട്ട്, കേരളക്കാരനായിട്ടാണ്, ആസാമീസായിട്ട്, സിക്കിംസാണ്, അങ്ങനെ അറിയപ്പെടുന്നതാണ് എത്തനിസിറ്റി. റിലീജിയൻ എന്ന് പറയുന്നത് ഹിന്ദു, ക്രിസ്ത്യൻ, മുസ്ലിം അങ്ങനെയുള്ള റിലീജിയനാണ്. ജെൻഡർ ജെൻഡർ റോൾ എന്തൊക്കെയാണ്, എങ്ങനെയൊക്കെ ചെയ്യാം, ആണ് പെണ്ണ്. ഇപ്പം ഓഫ് കോഴ്സ് ദെൻ നെക്സ്റ്റ് വൺ അത് കൊള്ളത് ട്രാൻസ്ജെൻഡേഴ്സ്. ദെൻ ക്ലാസ്, അത് സാമ്പത്തികം മാത്രമല്ല ഇതിനകത്ത് ക്ലാസ് വെക്കുന്നത്, ഏത് റിലീജിയൻ, ബാക്കിയുള്ള കാര്യങ്ങൾ എങ്ങനെ സോഷ്യൽ സ്റ്റാറ്റസ് എങ്ങനെയാണ്, ദാറ്റ് ഇസ് കോൾഡ് ദ ക്ലാസ്. ദെൻ ദ കാസ്റ്റ്, ശുദ്ര, വൈശ്യ, ക്ഷത്രിയ, എന്താണ് യൂത്ത്, എന്തൊക്കെയാണ് അവരുടെ ജോലികൾ, ഏതൊക്കെ പ്രായത്തിലാണ് അവർ ചെയ്യേണ്ടത്, അങ്ങനെയൊക്കെയാണ് ദാറ്റ് ഇസ് കോൾഡ് കാസ്റ്റ് എന്ന് നമ്മൾ പറയുന്നത്. ദെൻ ഡെവലപ്മെൻറ്റ് ഇൻഡിക്കേറ്റേഴ്സ്, ഫിസിക്കൽ ചേഞ്ചസ് എന്തൊക്കെയാണ് ആദ്യം ഉണ്ടാകുന്നത്, പിന്നെ കോഗ്നിറ്റീവ് ചേഞ്ചസ് എന്തൊക്കെ ഉണ്ടാകുന്നു, പിന്നെ എമോഷണൽ ചേഞ്ചസ് എന്തൊക്കെയാണ്, മോറൽ ആൻഡ് സോഷ്യൽ വാല്യൂസ്, ഇത്രയാണ് ഇതിനകത്ത് നമ്മൾ. ദെൻ സ്പിരിച്വൽ ഡെവലപ്മെൻറ്റ്. അപ്പോൾ ഡെവലപ്മെൻറ്റ് ആസ്പെക്ട്സ് ഓഫ് യൂത്ത് എന്ന് പറഞ്ഞാൽ ഫിസിക്കൽ ഉണ്ട്, കോഗ്നിറ്റീവ് ഉണ്ട്, എമോഷണൽ, മോറൽ, സോഷ്യൽ ആൻഡ് സ്പിരിച്വൽ ഡെവലപ്മെൻറ്റ്. പിന്നെ എന്താക്കണം ഇവിടെ ടാസ്ക് എന്തൊക്കെ, മറ്റൊരു റിലേഷൻഷിപ്പ് ഉണ്ടാക്കുക, സോഷ്യൽ റോൾസ് നമ്മൾ മനസ്സിലാക്കി ചെയ്യുക, ആക്സെപ്റ്റിംഗ് വൺസ് ബോഡി, നമ്മുടെ ബോഡിയെക്കുറിച്ച് നമ്മൾക്ക് എമോഷണൽ ഇൻഡിപെൻഡൻസ്, വ്യക്തിപരമായിട്ടും ഇത് എമോഷണൽ വൈകാരികമായിട്ടും നമ്മൾ സ്വതന്ത്രമായി ചിന്തിക്കുക. പിന്നെ ഒരു വ്യക്തമായൊരു കരിയർ, എക്കണോമിക് കരിയർ, നമ്മൾ എവിടെ എത്തണം എന്താണെന്നുള്ളതിനെ കുറിച്ച് തീരുമാനിക്കുക. പുതിയതായ കാര്യങ്ങൾ അക്കാഡമിക് സ്കിൽസ് നമ്മൾ അക്കാഡമിക് വാല്യൂസ് ആൻഡ് എത്തിക്കൽ സിസ്റ്റം, അതിൻ്റെ നിയമങ്ങളെ മാത്രമല്ല വാല്യൂസ്, മോറൽ വാല്യൂസ്, എത്തിക്കൽ വാല്യൂസ് നമ്മൾ മനസ്സിലാക്കുക. ദെൻ ഡിസൈൻ ഫോർ അച്ചീവിങ് സോഷ്യലി റെസ്പോൺസിബിൾ ബിഹേവിയർ, സമൂഹത്തിന് ചേർത്തക്ക വണ്ണം സമൂഹം മനസ്സിലാക്കുന്ന നമ്മൾ പ്രതീക്ഷിക്കുന്ന രീതിയിൽ നമ്മുടെ റിലേഷൻഷിപ്പും ബിഹേവിയറും ഡെവലപ്പ് ചെയ്തുകൊണ്ട് വരിക. ദെൻ എന്തൊക്കെയാണ് ഫിസിക്കൽ ഡെവലപ്മെൻറ്റ് ഇൻ അഡോൾസൻ, ഫിസിക്കൽ ഡെവലപ്മെൻറ്റ് ഇൻ അഡോൾസൻ ബോയ്, ശാരീരികമായ മാറ്റങ്ങൾ എന്തൊക്കെയാണ്. ദെൻ കോഗ്നിറ്റീവ് ഡെവലപ്മെൻറ്റ്, സെൻസറി മോട്ടോർ, ഇത് പീഷയുടെ തിയറിയാണ്. പക്ഷേ 4 സ്റ്റേജ് ആയിട്ടാണ്. സെൻസറി മോട്ടോർ സ്റ്റേജ്, പ്രീ ഓപ്പറേഷണൽ സ്റ്റേജ്, കോൺക്രീറ്റ് ഓപ്പറേഷൻ സ്റ്റേജ്, ആൻഡ് ഫോർമൽ ഓപ്പറേഷൻ സ്റ്റേജ്. ഇതാണ്ട് ഫോർമൽ ഓപ്പറേഷൻ സ്റ്റേജ് എന്ന് നമ്മൾ പറയുന്നതാണ് നമ്മൾ യൂത്ത് എന്ന് പറയുന്നത്. ദാറ്റ് ഇസ് കോൾഡ് പ്യൂബർട്ടി 12 to 21 ഇയേഴ്സ്. ഇവിടെ എന്തൊക്കെയാണ് നമുക്ക് ആവശ്യം, ഡിഡക്റ്റീവ് റീസൺ എന്തൊക്കെയാണ് നമുക്ക് ഈ ഓപ്പറേഷൻ സ്റ്റേജസ് ഉണ്ടാകുന്നത്. ഒന്ന് ഡിഡക്റ്റീവ് റീസണാണ്, അബ്സ്ട്രാക്ട് പ്രൊപ്പോഷൻ തോട്ട്സ്, പ്രൊപ്പോസിഷൻ തോട്ട്, കാര്യങ്ങളെക്കുറിച്ച് നമ്മൾ വ്യക്തമായ ഒരു കാഴ്ചപ്പാട് നമ്മളുണ്ടാകുക. മെറ്റാകോഗ്നേഷൻ, നമുക്ക് പല കാര്യങ്ങൾ ചേർത്തിട്ട് നമുക്ക് അതിന് പ്രശ്നങ്ങൾക്ക് സൊല്യൂഷൻ ഉണ്ടാക്കുക. സിസ്റ്റമാറ്റിക് പ്രോബ്ലംസ്, ഒരു സ്റ്റെപ്പായിട്ട് നമ്മൾ എന്തെങ്കിലും പ്രശ്നങ്ങൾ വന്നാൽ അതിനെ ചെയ്യുക. ഹൈപ്പോ ഡിഡക്റ്റീവ് റീസണിങ്, അത് ഏതെങ്കിലും ഒരു പ്രത്യേക കാര്യത്തിൽ അല്ല അതുകൊണ്ട് ഇങ്ങനെ എന്നുള്ളതിനെ കുറിച്ചൊരു തീരുമാനം നമ്മൾ എടുക്കാൻ. ഹൈപ്പോത്തറ്റിക്കലായിട്ട് എ ഇങ്ങനെയാണ്, ബി ഇങ്ങനെയാണെങ്കിൽ സി ഇങ്ങനെയാണ്, ഡി ഇങ്ങനെയാണ്, അങ്ങനെയുള്ളതാണ് ഹൈപ്പോത്തറ്റിക്കൽ. ഇതിങ്ങനെ ആയിരിക്കും എന്നുള്ള തീരുമാനമാണ് ഹൈപ്പോത്തറ്റിക്കൽ റീസണിങ് എന്ന് പറയുന്നത്. ദെൻ സ്റ്റേജസ് ഓഫ് അഡോളസൻ, അറ്റൻഷൻ ആദ്യത്തെ സ്റ്റേജിലുണ്ടാകുന്നു, കോഗ്നേഷൻ, സെൽഫ് റെഗുലേഷൻസ് ഉണ്ടാകുന്നു, പ്രോസസിങ് കപ്പാസിറ്റി നമുക്ക് ഡെവലപ്പ് ചെയ്യുന്നു,
പിന്നെ എമോഷണൽ സോഷ്യൽ ഡെവലപ്മെൻറ്റ്, യൂത്ത്, ബോഡി ഇമേജ്, പിയർ റിലേഷൻഷിപ്പ്, പാരൻറ്റ് ചൈൽഡ് റിലേഷൻഷിപ്പ്. സോ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഇന്ന് പഠിക്കുന്നത്. ദാറ്റ് ഇസ് എ ഇൻട്രൊഡക്ഷൻ പാർട്ട് എന്ന് പറയുന്നതാണ്. അടുത്ത ക്ലാസ്സിൽ നമുക്ക് അടുത്ത ഇതിലേക്ക് പഠിക്കാം. അപ്പം BPCG 172. അപ്പോൾ അതാണ് ഇന്നത്തെ ക്ലാസ് എടുത്ത് എല്ലാവർക്കും